ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഉണർവിൻ കൊടുങ്കാറ്റ് എന്ന ദൈവവചന ശുശ്രൂഷയിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കേവർക്കും സ്വാഗതം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്നത് പരിശുദ്ധ കന്യകാ മാതാവിനെ കുറിച്ചാണ്. ഒരു നിമിഷം ദൈവമായ കർത്താവിൻ്റെ ഉന്നതമായ അഭിഷേകങ്ങൾ ഈ മണിക്കൂറിൽ നാം ഓരോരുത്തരുടെ മേലും നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നതിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. കണ്ണുകൾ അടച്ച് ദൈവമായ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. സഭാപ്രസംഗന്റെ പുസ്തകം 5-ാം അധ്യായം 1-ാം തിരുലിഖിതം. ദേവാലയത്തിലേക്ക് പോകുമ്പോൾ സൂക്ഷ്മതയുള്ളവനായിരിക്കുക. ശ്രദ്ധിച്ച് കേൾക്കാൻ അടുത്തു ചെല്ലുന്നതാണ് വിഡ്ഢിയുടെ ബലിയർപ്പണത്തെക്കാൾ ഉത്തമം. സങ്കീർത്തന പുസ്തകത്തിൽ 29-ാം അധ്യായത്തിൽ 7-ാം തിരുലിഖിതം. കർത്താവിന്റെ സ്വരം അഗ്നിജ്വാലകൾ പുറപ്പെടുവിക്കുന്നു. അത് ഓക്കുമരങ്ങളെ ചുഴറ്റുന്നു, വനങ്ങളെ വൃക്ഷരഹിതമാക്കുന്നു. ഓ ദൈവമേ, ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ വചനത്തിന്റെ അഗ്നിപ്രഭ വ്യാപരിക്കട്ടെ കർത്താവേ. അന്ധകാരങ്ങൾ പ്രകാശിക്കട്ടെ. അന്ധകാര കോട്ടകൾ ഇപ്പോൾ യേശുവിന്റെ വചനത്തിന്റെ ശക്തിയാൽ ഛിന്ന ഭിന്നമാകട്ടെ. സാത്താൻ ഉയർത്തിയിരിക്കുന്ന പാപത്തിന്റെ ചങ്ങലകൾ യേശുവിന്റെ വചനത്താൽ ഛിന്ന ഭിന്നമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, അഗ്നിയിൽ എഴുന്നള്ളണമേ. അഗ്നിയിൽ എഴുന്നള്ളുന്ന അഗ്നിയുടെ രാജാവേ, അഗ്നി അഭിഷേകമേ, ഇപ്പോൾ ഓരോ ഹൃദയങ്ങളിലേക്ക് പാപത്തിന്റെയും രോഗത്തിന്റെയും ശാപത്തിന്റെയും തിന്മയുടെയും അന്ധകാരത്തിന്റെയും നിരാശയുടെയും തകർച്ചയുടെയും ഭയത്തിന്റെയും ആകുലതയുടെയും ഒരുപാട് അന്ധകാരത്തിൽപ്പെട്ടുവരുന്ന ഓരോ ഹൃദയങ്ങളിലേക്ക് അഗ്നി അഭിഷേകമായി ഇപ്പോൾ വ്യാപരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. യെശയ്യായുടെ പുസ്തകത്തിൽ 66-ാം അധ്യായം 13-ാം തിരുലിഖിതം. അമ്മയെ പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. ജെറുസലേമിൽ വെച്ച് നീ സാന്ത്വനം അനുഭവിക്കും. ഓ ദൈവമേ, ക്ഷീണിതർ, തളർന്നവർ, വലിയ വേദനയിരിക്കുന്നവർ ഇപ്പോൾ അങ്ങയുടെ കരസ്പർശനം അനുഭവിക്കും. രോഗികൾ അങ്ങയുടെ സ്പർശനത്താൽ സൗഖ്യം പ്രാപിക്കട്ടെ കർത്താവേ. വലിയ വേദന ഇരിക്കുന്നവർക്ക് അങ്ങയുടെ ദിവ്യ സ്പർശനത്താൽ ഇപ്പോൾ ഹൃദയങ്ങൾക്ക് സൗഖ്യവും ആശ്വാസവും നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്പർശിക്കണമേ കർത്താവേ. തകർന്ന ഹൃദയങ്ങളെ തൊടണമേ കർത്താവേ. തകർന്ന കുടുംബങ്ങളെ പുനരുദ്ധരിക്കണമേ കർത്താവേ. വെണ്ണീറിലിരിക്കുന്നവർക്ക് പുഷ്പമാല്യം കൊടുക്കണമേ കർത്താവേ. വിലാപത്തിന്റെ ചാക്ക് വസ്ത്രം ധരിച്ചിരിക്കുന്നവരെ ആ ചാക്ക് വസ്ത്രം അണിയിച്ച് സന്തോഷത്തിന്റെ പുഷ്പമാല്യം അണിയിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നാം പരിശുദ്ധ കന്യകാ മാതാവിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. ജോബിന്റെ പുസ്തകം 24-ാം അധ്യായത്തിലെ 13-ാം തിരുലിഖിതം. പ്രകാശത്തിന്റെ വഴി പരിചയിക്കുകയോ അതിലൂടെ സഞ്ചരിക്കുകയോ ചെയ്യാതെ അതിനെ എതിർക്കുന്ന ചിലരുണ്ട്. ജീവിതത്തിന്റെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ, ചില പ്രത്യേക അന്തരീക്ഷത്തിൽ പരിശുദ്ധ മാതാവുമായുള്ള ആ ഒരു കൂട്ടുകെട്ട്, ആ ഒരു ആത്മീയ സഖ്യം അനുഭവിക്കാൻ കഴിയാത്ത പല വ്യക്തികളും ഇന്ന് ലോകത്തിലുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ 40-40 വർഷത്തെ ജീവിതത്തിൽ നിന്ന് എനിക്ക് അനുഭവപ്പെട്ടൊരു കാര്യമുണ്ട്. ഈ കണ്ണുനീരിന്റെ താഴ്വരയിൽ അനേക സങ്കീർണമായ സാഹചര്യങ്ങളുടെ ഒരു ദൈവ പൈതലിന്റെ ആത്മീയ ജീവിതം കടന്നു പോകുമ്പോൾ സ്വർഗനാടിനെ ലക്ഷ്യമാക്കി സാത്താനെ പരാജയപ്പെടുത്തി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ആത്മീയ പൈതലാണ് ഞാനും നിങ്ങളുമെങ്കിൽ, പരിശുദ്ധ അമ്മയോടുള്ള കൂട്ടുകെട്ട് ഈ ലോകത്തിലെ ഒരു വിശ്വാസിയുടെ ആത്മീയ ജീവിതത്തിന് അങ്ങേയറ്റം ഉപകാരപ്രദമാണ്. ഈ വിഷയത്തെക്കുറിച്ച് എൻ്റെ സന്തത സഹചാരിയും എൻ്റെ ആത്മമിത്രവുമായ ബഹുമാനപ്പെട്ട ബിനോയ് കരുമരുതെങ്കിൽ അച്ഛൻ്റെ അഭിപ്രായങ്ങളൊന്ന് ശ്രദ്ധിക്കുക.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലൂർദ് എന്നുള്ള സ്ഥലം നമുക്ക് വളരെ സുപരിചിതമാണ്. മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ് ലൂർദ്. അനേകം അത്ഭുതങ്ങളും അതിനേക്കാൾ ഉപരി മാനസാന്തരങ്ങളും നടക്കുന്ന സ്ഥലമാണ് ലൂർദ്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ അവിടെ ദിവ്യകാരുണ്യ പ്രദർശനം നടത്തുമ്പോൾ ധാരാളം അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരം സംഭവിക്കുന്നു എന്നുള്ളതാണ് ലൂർദിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്. അവിടെയുണ്ട ഒരു അനുഭവത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം. അവിടെ ഒരു തളർന്നു പോയ പെൺകുട്ടിയെ അവളുടെ മാതാപിതാക്കന്മാർ ഈ ദിവ്യകാരുണ്യ പ്രദർശനം കടന്നു വരുന്ന സ്ഥലത്ത് കൊണ്ടുപോയി കിടത്തി. എന്ന് പറഞ്ഞാൽ കിടപ്പ് രോഗികൾക്ക് പ്രത്യേക സ്ഥലമുണ്ട്, ഇരിപ്പ് രോഗികൾക്ക് പ്രത്യേക സ്ഥലമുണ്ട്. അങ്ങനെ കുട്ടി അവിടെ കൊണ്ടുപോയി കിടത്തി. ആദ്യത്തെ ദിവസം പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചുകൊണ്ട് വൈദികൻ ഈ രോഗികളുടെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ ഈ കൊച്ചു തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു, എൻ്റെ ഈശോയെ എന്നെ സുഖപ്പെടുത്തണമേ. പക്ഷെ ഈശോ അന്ന് സൗഖ്യം കൊടുത്തില്ല. എന്നാൽ മറ്റു പലർക്കും സൗഖ്യം ലഭിക്കുകയും കൂടി ചെയ്തു. അപ്പോൾ ഈ കുഞ്ഞിന് ഭയങ്കര സങ്കടമായി. ഈശോ എന്നെ സുഖപ്പെടുത്തിയില്ലെന്നുള്ള സങ്കടം. രണ്ടാമത്തെ ദിവസം ദിവ്യകാരുണ്യ പ്രദർശനം നടക്കുമ്പോൾ കൊച്ചു വീണ്ടും തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു, എൻ്റെ ഈശോയെ ഞാനൊരു തെറ്റും ചെയ്തിട്ടല്ലല്ലോ എനിക്കിങ്ങനെ രോഗാവസ്ഥ വന്നത്, എന്നെ സുഖപ്പെടുത്തണം ഈശോയെ എന്ന് പറഞ്ഞ് ഈ കൊച്ചു കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. പക്ഷേ ഈശോ അന്നും സൗഖ്യം കൊടുത്തില്ല. മൂന്നാമത്തെ ദിവസം ദിവ്യകാരുണ്യ പ്രദർശനം നടക്കുന്ന സമയത്ത് കൊച്ചു പ്രാർത്ഥന ഇങ്ങനെയൊന്ന് മാറ്റി. എൻ്റെ ഈശോയെ ഇന്നലെ മിനിഞ്ഞാന്ന് നീ എന്നെ സുഖപ്പെടുത്തിയില്ല അല്ലേ? ഈശോയെ ഇന്നലെ മിനിഞ്ഞാന്ന് നീ എന്നെ സുഖപ്പെടുത്തിയില്ല അല്ലേ? ഇന്ന് നീ എന്നെ സുഖപ്പെടുത്തിയില്ലെങ്കിൽ ഞാൻ നിന്റെ അമ്മയോട് പറയും. ഇന്ന് നീ എന്നെ സുഖപ്പെടുത്തിയില്ലെങ്കിൽ ഞാൻ നിന്റെ അമ്മയോട് പറയും. അങ്ങനെ പറഞ്ഞ ക്ഷണത്തിൽ ആ കൊച്ചിന്റെ തളർവാദ രോഗം വിട്ടുമാറിയെന്ന് ലോകം മുഴുവൻ സാക്ഷ്യപ്പെടുത്തിയ ഒരു അത്ഭുതമാണത്. സന്തോഷത്തോടെ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എന്നെ സൗഖ്യപ്പെടുത്തിയല്ല ഞാൻ നിന്റെ അമ്മയോട് പറയും എന്ന് പറഞ്ഞപ്പോൾ ഈശോ പേടിച്ചിട്ട് സൗഖ്യം കൊടുത്തതാണോ? ഈശോ പേടിച്ചിട്ട് സൗഖ്യം കൊടുത്തതല്ല എന്ന് നമുക്കറിയാം. നമ്മൾ ചിലപ്പോൾ ഒരു കാര്യം സാധിച്ചു തന്നെങ്കിൽ അപ്പനോട് പറയും, അമ്മയോട് പറയും, ചേട്ടനോട് പറയുന്നതൊക്കെ പേടിപ്പിക്കുന്നത് പോലെ അങ്ങനെ സംഭവിച്ച കാര്യമല്ല നമുക്കറിയാം. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി ഒരു കാര്യം മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചാൽ അത് സംഭവിക്കും? അത് സ്വർഗത്തിന് നിഷേധിക്കാൻ സാധിക്കാത്ത ഒരു മാധ്യസ്ഥമാണെന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാണ്? നമ്മുടെ കുടുംബങ്ങളിൽ എല്ലാ ദിവസവും വൈകുന്നേരം 7 മണി മുതൽ 8 മണി വരെയുള്ള സമയങ്ങളിൽ അല്ലെങ്കിൽ 8 വരെയുള്ള സമയത്ത് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു പാരമ്പര്യം നമ്മുടെ കുടുംബങ്ങൾ വന്നതിന് പിന്നിലുള്ള കാരണം എന്താണ്? കഠിന പാപികൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ മാനസാന്തരം സംഭവിക്കാനുള്ള കാരണം എന്താണ്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഈശോ പഠിപ്പിച്ച കാര്യവും പരിശുദ്ധ അമ്മയെക്കുറിച്ച് ബൈബിളും സഭയും പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിന്റെ 25 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങൾ. അവിടെ ഇങ്ങനെയാണ് വചനം വെളിപ്പെട്ട് കിട്ടുന്നത്. കാൽവരി മലയുടെ നെറുകയിൽ ആദ്യത്തെ തിരുവോസ്ത് ചുട്ടെടുക്കപ്പെടുന്ന സമയത്ത്, കാൽവരി മലയുടെ നെറുകയിൽ യേശു കുരിശിൽ ബലി അർപ്പിക്കുന്ന സമയത്ത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കുരിശിന്റെ താഴെ നിൽക്കുന്ന വ്യക്തികളെ കുറിച്ച് അവിടെ നടങ്ങേറുന്ന സംഭവങ്ങളെ കുറിച്ച് ചില സൂചനകളുണ്ട്. അതിങ്ങനെയാണ് വചനം പഠിപ്പിക്കുന്നത്. യേശുവിന്റെ കുരിശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പോസിന്റെ ഭാര്യ മറിയവും മഗ്ദല മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. പരിശുദ്ധ അമ്മ കുരിശിന്റെ താഴെ നിൽക്കുന്നുണ്ട്, ധാരാളം സ്ത്രീകൾ നിൽക്കുന്നുണ്ട്, യോഹന്നാൻ നിൽക്കുന്നുണ്ട്, അനേകം പേർ കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുന്നുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച ഏതൊരു ദൈവ വൈദ്യലും ആദ്യം ചേർന്ന് നിൽക്കേണ്ടത് വിശുദ്ധ കുരിശിനോടാണ്, യേശുവിനോടാണ്. കുരിശിനോട് ചേർന്ന് നിൽക്കണം, കർത്താവിനോട് ചേർന്ന് നിൽക്കണം, വിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കണം. അങ്ങനെ ആദ്യം കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നു. അടുത്ത വാക്യം ഇങ്ങനെയാണ് കാണുന്നത്. അതിന്റെ 26-ാമത്തെ വാക്യം, യേശു കുരിശിൽ നോക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ്. യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ടു. തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ടു. അമ്മയും മകനും അടുത്ത് നിൽക്കുന്നത് കണ്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച ദൈവ പൈതൽ ആദ്യം വിശുദ്ധ കുരിശിനോട് ചേർന്ന് നിൽക്കണം, യേശുവിനോട് ചേർന്ന് നിൽക്കണം, ദിവ്യകാരുണ്യത്തോട് ചേർന്ന് നിൽക്കണം. രണ്ടാമത് ചേർന്ന് നിൽക്കേണ്ടത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കണം. താൻ സ്നേഹിച്ച ശിഷ്യനും അമ്മ അടുത്ത് നിൽക്കുന്നത് യേശു കണ്ടു എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹൃദയം തുറന്ന് ഹല്ലേലൂയ. അങ്ങനെ
താൻ സ്നേഹിച്ച ശിഷ്യൻ അമ്മയും അടുത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ യേശു പറയുന്ന വാക്യമാണ്, അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യോഹന്നാന് അമ്മയായിട്ട് പരിശുദ്ധ അമ്മയെ നൽകി, അമ്മയ്ക്ക് മകനായിട്ട് യോഹന്നാനെ നൽകി. ഈ തിരുവചന ഭാഗത്തിന് വലിയൊരു ഉൾപ്പെടലുണ്ട്. ചിലരെങ്കിലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ എന്തുകൊണ്ടാണ് ഈ യോഹന്നാൻ ഇങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കാൻ കാരണം? അതിന് പറയുന്ന കാരണമുണ്ട്. അവിടെ യോഹന്നാൻ ഏൽപ്പിച്ചു കൊടുത്തു എന്നല്ല പറയുന്നത്, യോഹന്നാൻ അമ്മയായി കൊടുത്തു അല്ലെന്നല്ല പറയേണ്ടത്, മറിച്ച് ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ശിഷ്യനോട് പറയുന്നു എന്ന് പറയാൻ കാരണം? അതിന് കാരണമുണ്ട് സഹോദരങ്ങളെ. യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്ന ഏതൊരു ദൈവ പൈതലും യേശുവിന്റെ ശിഷ്യനാണ്. അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കാനിരിക്കുന്ന എല്ലാ ജനങ്ങൾക്കും അമ്മയായിട്ടാണ് പരിശുദ്ധ അമ്മയെ നൽകുന്നത്. അതുകൊണ്ടാണ് ശിഷ്യന് അമ്മയായി പരിശുദ്ധ അമ്മയെ നൽകുന്നു എന്ന് പറയാൻ കാരണം. എന്നാൽ സഹോദരൻ, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ചില ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അതിങ്ങനെയാണ്, അത് അങ്ങനെയൊന്നും പറഞ്ഞതൊന്നുമല്ല. അത് പിന്നെ ഈ മറിയമെന്ന് പറയുന്ന സ്ത്രീ കണ്ണുനീര് ഒലിപ്പിച്ച് സങ്കടപ്പെട്ട് വേദനിച്ച് ആ കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്റെ അമ്മയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അടുത്ത് നിൽക്കുന്ന യോഹന്നാനോട് പറഞ്ഞതാണെന്ന് ചില വ്യക്തികളൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ ഒരു സ്ത്രീ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഒരു പുരുഷനോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ നോക്കുക, നമ്മുടെ കുടുംബത്തിൽ മരിച്ചടങ്ങ് നടക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചു കഴിയുമ്പോൾ ആ കുടുംബത്തിലെ സ്ത്രീ വാവിട്ട് തന്റെ ഭർത്താവിനെ പ്രതിയോ അല്ലെങ്കിൽ മകനെ പ്രതിയോ മരിച്ച ആളെ പ്രതി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആശ്വസിപ്പിക്കുന്ന പുരുഷന്മാരല്ലല്ലോ, അവിടെ അടുത്തിരിക്കുന്ന സ്ത്രീകളല്ലേ ആശ്വസിപ്പിക്കേണ്ടത്. ഇതാ കർത്താവിന്റെ കുരിശിന്റെ താഴെ ക്ലോപ്പസിന്റെ ഭാര്യ മറിയാം, മഗ്ദലന മറിയാം, അങ്ങനെ ധാരാളം മറിയമാരെ സ്ത്രീകൾ നിൽക്കുന്നുണ്ട്. ഒരു സ്ത്രീ ആശ്വസിപ്പിക്കുന്ന പുരുഷനോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബദ്ധ സിദ്ധാന്തങ്ങളുടെ പിന്നാലെ പോകരുത്. ആശ്വസിപ്പിക്കാൻ വേണ്ടിയല്ല, ഈ ലോകത്തിനോട് അമ്മയായിട്ടാണ് പരിശുദ്ധ അമ്മയെ ഈശോ നൽകിയത്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, മനസ്സ് തുറന്ന് ഹല്ലേലൂയ. ഇനി ആ ശിഷ്യൻ അവളെ എവിടെ സ്വീകരിച്ചു? ആ വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്, ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. ഭവനത്തിൽ സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വ്യക്തിയെ ഭവനത്തിൽ സ്വീകരിക്കുന്നതിന് മുമ്പ് എവിടെ സ്വീകരിക്കും? ഭവനത്തിൽ സ്വീകരിക്കുന്നതിന് മുമ്പ് ഹൃദയത്തിൽ സ്വീകരിക്കും. ഞാൻ നിങ്ങളോട് പറയാം, ഇപ്പൊ നമ്മുടെ വീട്ടിൽ ആരുടെയും ഒരു കല്യാണം നടക്കാന്ന് വിചാരിക്കുക. ചെറുക്കന്റെ കല്യാണം നടക്കാണ്, മകന്റെ കല്യാണം നടക്കാം. അപ്പം മകനെ പറ്റിയൊരു ജീവിത പങ്കാളിയെ അല്ലെങ്കിൽ ഒരു മരുമകളെ അന്വേഷിച്ച് പോയി, അങ്ങനെ നമ്മൾ ഒരു പെണ്ണിനെ പോയി കണ്ട്, അങ്ങനെ ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മുടെ കുടുംബത്തിൽ സ്വീകരിക്കാൻ പറ്റിയ ഒരാളെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ചെയ്യുന്ന കാര്യം എന്താണ്? ആദ്യം ആ വ്യക്തി ഹൃദയത്തിൽ സ്വീകരിക്കും. ഹൃദയത്തിൽ സ്വീകരിച്ചതിന് ശേഷം മാത്രമേ ഭവനത്തിലേക്ക് സ്വീകരിക്കുകയുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശിഷ്യൻ അവളെ സ്വന്തം ഹൃദയത്തിലും സ്വീകരിച്ചു, സ്വന്തം ഭവനത്തിലും സ്വീകരിച്ചു. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം രണ്ട് സ്ഥലങ്ങളിൽ ഉണ്ടാകണം. ഒന്ന് നമ്മുടെ ഹൃദയത്തിൽ, രണ്ട് നമ്മുടെ ഭവനത്തിൽ. നമ്മുടെ ഹൃദയത്തിലും ഭവനത്തിലും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അവിടെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും ഉണ്ട് എന്ന് വചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയുടെ ഭക്തി ഉണ്ടെങ്കിൽ, നിരന്തരം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന പ്രകൃതം ഉണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മ ചൈതന്യം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട് എന്നതിനൊരു തെളിവാണത്. ഇതെവിടെ വെളിപ്പെട്ട് കിട്ടുന്നത്? അത് വെളിപ്പെട്ട് കിട്ടുന്നത് ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിന്റെ 43-ാമത്തെ തിരുവചനത്തിലാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിന്റെ 43-ാമത്തെ തിരുവചനം. അവിടെ ഇങ്ങനെയാണ് വചനം പഠിപ്പിക്കുന്നത്. ഏലീശോയുടെ അടുത്തേക്ക് പരിശുദ്ധ അമ്മ ചെന്നപ്പോൾ ഏലീശോ പരിശുദ്ധ അമ്മയെ നോക്കി പറയുന്ന വാക്ക് ഇങ്ങനെയാണ്, ഇതാ കർത്താവിന്റെ അമ്മ, എന്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് എന്ന് പറഞ്ഞാൽ, നമ്മളിങ്ങനെ ചിന്തിച്ച് നോക്കിയേ, നമുക്ക് അവധിക്കാലത്ത് അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് നമ്മുടെ വീട്ടിലുള്ളവർ അല്ലെങ്കിൽ മക്കളൊക്കെ അമ്മായിമാരുടെ വീട്ടിലും അല്ലെങ്കിൽ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലും ചേട്ടത്തിന്റെ വീട്ടിലും ചാച്ചക്കാരുടെ വീട്ടിലൊക്കെ പോകാറുണ്ട്. അപ്പോ ഈ മറിയമെന്ന പേരുള്ള പെൺകുട്ടി ഇടയ്ക്കിടയ്ക്ക് ഏലീശാമ്മച്ചിയുടെ വീട്ടിൽ പോകാറുണ്ട്. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ ഈ പരിശുദ്ധ മറിയമെന്ന് പറയുന്ന പേരുള്ള പെൺകുട്ടി ഏലീശയുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഏലീശ നോക്കി പറയുകയാണ്, ഇതാ കർത്താവിന്റെ അമ്മ, എന്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് അവിടെ നിന്ന്. ഇതാരാ വെളിപ്പെടുത്തി കൊടുത്തത്? പരിശുദ്ധാത്മാവാൻ എന്ന് വെളിപ്പെടുത്തി കൊടുത്തത്. കാരണം എന്താ? പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ചെന്നപ്പോൾ ആ സാന്നിധ്യത്തിൽ ഏലീശ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞു. ഏലീശയുടെ ഉദരത്തിൽ കിടന്ന സ്നാപക യോഹന്നാനും പരിശുദ്ധാത്മാവിനെ നിറഞ്ഞു. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഉള്ളിടത്ത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുണ്ട്.
വീണ്ടും അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 2-ാമത്തെ അധ്യായത്തിൽ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് ആരുടെ മേലാണ് എഴുന്നള്ളി വന്നത്? പരിശുദ്ധ അമ്മയോട് കൂടെ പ്രാർത്ഥിച്ചിരുന്ന അപ്പോസ്തലന്മാരുടെ മേലാണ് പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നൽകുന്ന വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഉള്ളിടത്ത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉണ്ട്. നേരെ തിരിച്ചു പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ പരിശുദ്ധ അമ്മയെ സ്നേഹിക്കാനും പരിശുദ്ധ അമ്മയെ യേശുവിനെ അമ്മയായി കാണാനും പരിശുദ്ധ അമ്മയോട് ചേർന്ന് യേശുവിനെ ആരാധിക്കാനും സാധിക്കുള്ളൂ എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 11-ാമത്തെ തിരുവചനത്തിൽ ഭവനത്തിൽ പ്രവേശിച്ച ജ്ഞാനികൾ മറിയത്തോടൊപ്പം ഉണ്ണീശോയെ ആരാധിച്ചു എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് യേശുവിനെ ആരാധിക്കുവാൻ തക്ക വിധം ആ കൃപ കിട്ടണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അവർക്ക് പറയാം ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ സ്തുതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം മാത്രമല്ല ഉണ്ടാകുന്നത്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മയുടെ ഭക്തി ഉണ്ടെങ്കിൽ, അവന്റെ പ്രാർത്ഥനാശീലം ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം മാത്രമല്ല, പരിശുദ്ധ തൃത്വത്തിന്റെ സാന്നിധ്യം ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ തൃത്വത്തിന്റെ മുഴുവൻ സാന്നിധ്യം ഇതെവരെ വെളിപ്പെട്ട് കിട്ടുന്നത്? അത് വെളിപ്പെട്ട് കിട്ടുന്നത് യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിന്റെ 23-ാമത്തെ തിരുവചനത്തിലാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിന്റെ 23-ാമത്തെ തിരുവചനം. അവിടെ വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും, അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. മാറ്റമില്ലാത്ത ദൈവത്തിന് വചനം പഠിപ്പിക്കുന്നു. എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും, അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം പാലിക്കുന്ന, വചനം കേൾക്കുന്ന, വചനം അനുസരിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വന്ന് വാസമുറപ്പിക്കും. അങ്ങനെയാണെങ്കിൽ സഹോദരങ്ങളെ, വചനം അതിന്റെ പൂർണ്ണതയിൽ ഈ ഭൂമിയിൽ മുഴുവനും അനുസരിച്ചവൾ പരിശുദ്ധ അമ്മയാണ്. ലൂക്ക 1:45 കർത്താവ് അരുളി ചെയ്ത മുഴുവൻ വചനങ്ങളും നിറവേറുമെന്നും വിശ്വസിച്ചവളും ഭാഗ്യവതിയും ആയവളും പരിശുദ്ധ അമ്മയാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയിൽ പിതാവിന്റെ സാന്നിധ്യമുണ്ട്, പുത്രന്റെ സാന്നിധ്യമുണ്ട്, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുണ്ട്. അത് കുറച്ചുകൂടി വ്യക്തമാക്കാൻ യോഹന്നാന്റെ സുവിശേഷം തന്നെ 14-ാമത്തെ അധ്യായത്തിന്റെ 15-16 വാക്യങ്ങൾ വ്യക്തമായിട്ട് സൂചന നൽകുന്നുണ്ട്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എന്റെ കൽപ്പന പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടി ആയിരിക്കാൻ സഹായകനായ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരികയും ചെയ്യും എന്ന് പറഞ്ഞാൽ, വചനം പാലിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ പിതാവിന്റെ സാന്നിധ്യമുണ്ട്, പുത്രന്റെ സാന്നിധ്യമുണ്ട്, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുണ്ട്. പ്രിയപ്പെട്ട സഹോദരൻ, അങ്ങനെയാണെങ്കിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എന്റെ ഹൃദയത്തിലും എന്റെ ഭവനത്തിലും ഉണ്ടെങ്കിൽ അതുവഴി പരിശുദ്ധ തൃത്വത്തിന്റെ സാന്നിധ്യം എന്റെ ഹൃദയത്തിലും എന്റെ ഭവനത്തിലും ഉണ്ട്. അവർക്ക് പറയാം ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ. അതുകൊണ്ടാണ് സഭാപിതാക്കന്മാർ ഇങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്നത്, പരിശുദ്ധ മറിയം എന്ന് പറയുന്നത് യേശുവിലേക്കുള്ള കുറുക്ക് വഴിയാണ്. യേശുവിൽ വളരാൻ, വിശുദ്ധ കുർബാനയിൽ വളരാൻ, ദൈവിക പുണ്യങ്ങളിൽ വളരാൻ, വചനത്തിൽ വളരാൻ, പരിശുദ്ധ തൃത്വത്തിൽ വളരാൻ എളുപ്പം വഴി എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. അതല്ലേ സഹോദരങ്ങളെ, സഭാപിതാക്കന്മാർ അമ്മയെ കുറിച്ച് ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത്? ആദ്യത്തെ വാഗ്ദാന പേടകം പരിശുദ്ധ അമ്മ, ആദ്യത്തെ സക്രാരി പരിശുദ്ധ അമ്മ, ആദ്യത്തെ ദിവ്യകാരുണ്യ പ്രദർശനം നടത്തിയത് പരിശുദ്ധ അമ്മ, ആദ്യത്തെ കുർബാന കാൽവല്യമലയുടെ നെറുകയിൽ ആദ്യത്തെ കുർബാന അർപ്പിക്കപ്പെടുമ്പോൾ ആ കുർബാനയിൽ താഴെ നിന്ന്, കുരിശിന് താഴെ നിന്ന്, ബലിക്കലിന് താഴെ നിന്ന് ആ കുർബാനയിൽ ചങ്കു പതാതെ ആദ്യം സംബന്ധിച്ചോളൂ പരിശുദ്ധ അമ്മ. ആദ്യത്തെ കുർബാന ഞാമേൻ പറഞ്ഞോളൂ പരിശുദ്ധ അമ്മ. കുർബാനയുടെ സ്ത്രീ എന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അതുകൊണ്ടല്ലേ പരിശുദ്ധ അമ്മയെ വിശേഷിപ്പിച്ചത്. യേശുവിലേക്ക് വളരാൻ, തൃത്വത്തിലേക്ക് വളരാൻ, കുർബാനയിലേക്ക് വളരാനുള്ള എളുപ്പമാർഗം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ മരിക്കുന്നതിന് മുമ്പ് എഴുതിയ ചാക്രിക ലേഖനത്തിന് 6-ാമത്തെ ചാപ്റ്ററിൽ ഒരു വാക്കിങ്ങനെ രേഖപ്പെടുത്തുന്നത്, പരിശുദ്ധ അമ്മയുടെ മടിയിലിരുന്ന് യേശുവിന്റെ തിരുമുഖത്തേക്ക് കുറിച്ച് ധ്യാനിക്കുന്നതാണ് പരിശുദ്ധ കുർബാന. പരിശുദ്ധ അമ്മയുടെ മടിയിലിരുന്ന് യേശുവിന്റെ തിരുമുഖത്തെ കുറിച്ച് ധ്യാനിക്കുന്നതാണ് പരിശുദ്ധ കുർബാന. പ്രൈസ് ദി ലോർഡ്. ആരൊക്കെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയോട് ഒരു സ്നേഹവും ഭക്തിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
കുടുംബത്തിലേക്ക് അനുഗ്രഹത്തിന്റെ അക്ഷയപാത്രം ഒഴുകാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ നമ്മൾ സാധാരണഗതി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അനുഗ്രഹം പാടിക്കാനുള്ള എളുപ്പ വഴി അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞ സഹോദരങ്ങളെ, ഇന്നിപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ വീട്ടിൽ നമുക്ക് എന്തെങ്കിലും ഒരു പെർമിഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമോ നേടിയെടുക്കാനുണ്ടെങ്കിൽ അപ്പൻ്റെ നിന്ന് പെർമിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണത്? നമ്മൾ പെട്ടെന്ന് പോയി അമ്മയെ സോപ്പിടും. എന്ന് പറഞ്ഞാൽ ഞാൻ ഓർക്കണം, ഞാൻ ഈ അട്ടപ്പാടി തന്നെയാണ് അച്ഛൻ്റെ വീട്. അട്ടപ്പാടിയിൽ ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ഒരു ദിവസം 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ്. അങ്ങനെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം സ്കൂളിൽ നിന്ന് ഒരു അനൗൺസ്മെന്റ് ഇതാണ്: മലമ്പുഴയ്ക്ക് പിക്നിക്കിന് പോകണം. 10-20 വർഷം മുമ്പാണ്. അത്രയും വർഷങ്ങൾക്ക് മുമ്പ് മലമ്പുഴയ്ക്ക് പിക്നിക്കിന് പോകാന്ന് പറഞ്ഞാൽ നമുക്ക് ഏതാണ്ട് സ്വർഗരാജ്യത്തിൽ പോകുന്നതിന് തുല്യമാണ്. അപ്പൊ പ്രിയപ്പെട്ട സഹോദരൻ, 50 രൂപ എന്നാണ് ഫീസ് എന്ന് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഞാനന്ന് വീട്ടിലേക്ക് വന്നിട്ട് അമ്മച്ചിക്ക് തേങ്ങ ചിരണ്ടി കൊടുക്കുന്നു, വെള്ളം കോരി കൊടുക്കുന്നു, പല പല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ഉടനെ അമ്മച്ചി ചോദിച്ചു, എന്നാ കേസ് എന്നാന്ന് ചോദിച്ച്. കാരണം പതിവില്ലാതെ ചെയ്യുന്ന കാര്യമാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മേ സ്കൂളിൽ നിന്ന് മലമ്പുഴയ്ക്ക് പിക്നിക്കിന് പോകുന്നുണ്ട്, എല്ലാവരും പോകണമെന്നാ സാറ് പറഞ്ഞിരിക്കുന്നു പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉടനെ അമ്മ ചോദിച്ചു, എത്ര പൈസ അങ്ങനെ ചോദിച്ചു. എങ്ങനെയാണ് സോപ്പിട്ട് നമ്മൾ 50 രൂപ കാര്യമൊക്കെ അവതരിപ്പിച്ച് അങ്ങനെ വീട്ടിൽ പറമ്പിൽ നിന്ന് പണിയൊക്കെ കഴിഞ്ഞ് എൻ്റെ ചാച്ചൻ വന്നൊരു കസേര വന്നിരിക്കും, ഒരു ഇരുമ്പ് കസേരയുണ്ട്. ആ കസേര വന്നിരിക്കുമ്പോൾ അമ്മ അടുക്ക സൈഡിൽ ചെന്ന് നിൽക്കും. ദേ ചാച്ചാന്നൊക്കെ പറഞ്ഞ് വിളിച്ച് എന്തായാലും പറഞ്ഞാൽ ചെറുക്കന് മലമ്പുഴയ്ക്ക് സ്കൂളിൽ നിന്ന് പിക്നിക്കിന് പോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അപ്പം ചോദിച്ചു, എത്ര കാശാവും? 50 രൂപ. എങ്ങനെയായാലും പറഞ്ഞു സോപ്പിട്ട് നമ്മൾ ആ കാര്യം നേടിയെടുക്കുന്ന കാര്യത്തിൽ സംശയമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ന് പറയുന്നത് പോലെ സ്വർഗത്തിന്റെ അനുഗ്രഹത്തിന്റെ അക്ഷയപാത്രം നമ്മുടെ ജീവിതത്തിലേക്ക് തുറക്കപ്പെടാനുള്ള എളുപ്പ വഴിയാണ് പരിശുദ്ധ അമ്മ. എന്ന് പറഞ്ഞാൽ ആ യോഹന്നാന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ കാനായിലൊരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ, വീഞ്ഞു തീർന്നു പോകുന്ന പ്രതിസന്ധി ഉണ്ടായപ്പോൾ, ഒരു തകർച്ച ഉണ്ടായപ്പോൾ അവിടെ ഇടപെട്ടവളാണ് പരിശുദ്ധ അമ്മ. ഒരു കുടുംബ ജീവിതത്തിന്റെ നൊമ്പരങ്ങൾ മുഴുവൻ അനുഭവിച്ചവളാണ് പരിശുദ്ധ അമ്മ. ഒരു സമർപ്പണ ജീവിതത്തിന്റെ നൊമ്പരങ്ങൾ മുഴുവൻ പേറിയവളാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ട് അമ്മയ്ക്ക് നമ്മുടെ ജീവിതത്തിന്റെ വിഷമങ്ങൾ പെട്ടെന്ന് മനസ്സിലാകുമെന്ന് മാത്രമല്ല, ആ അനുഗ്രഹത്തിന്റെ കൃപകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വർഷിക്കപ്പെടുകയും ചെയ്യും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയോട് നമുക്കൊരു ഭക്തി ബഹുമാനം ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് അനുഗ്രഹത്തിന്റെ അക്ഷയപാത്രം തുറക്കപ്പെടും. എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം വഴി, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ വെച്ച് പ്രാർത്ഥിക്കുന്ന വഴി പെട്ടെന്ന് അനുഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുന്ന അവസ്ഥയുണ്ട്. ഞാൻ നിങ്ങളോട് ഉദാഹരണം പറയാം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് താമരശ്ശേരി രൂപതയിലുള്ള തിരുവമ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് ബഹുമാനപ്പെട്ട വട്ടാലച്ചനൊപ്പം ഒരു ധ്യാന ശുശ്രൂഷയ്ക്ക് സഹായിക്കാൻ വേണ്ടി ചെന്നു. അപ്പോൾ ഓമശ്ശേരി എന്നുള്ള സ്ഥലത്ത് ചെന്നിട്ട് ഓട്ടോറിക്ഷ വിളിച്ചിട്ടാണ് ഞങ്ങൾ തിരുവമ്പാടിക്ക് ചെന്നത്. അങ്ങനെ തിരുവമ്പാടി ചെന്ന് ധ്യാനം തുടങ്ങി. ധ്യാനത്തിന്റെ 2-ാമത്തെ ദിവസം ബഹുമാനപ്പെട്ട വട്ടാലച്ചൻ എന്നോട് പറഞ്ഞു, അന്ന് സയ്യോൻ ധ്യാനികത്തിന്റെ സൗഖ്യം എന്ന പേരിൽ ഒരു പത്രം ഇറങ്ങുന്നുണ്ട്. ആ പത്രം അവിടുത്തെ ദൈവജനത്തിന് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അത് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഞാൻ മുറി ചെന്ന് നോക്കുമ്പോഴാണ് സൗഖ്യം മാസിക ഞാൻ ഓട്ടോറിക്ഷ വിളിച്ച് പോന്നിട്ട് ഓട്ടോറിക്ഷ എടുക്കാൻ മറന്നു പോയെന്നുള്ള കാര്യം അവിടെ പോയി നോക്കാൻ ഓർമ്മ വരുന്നുണ്ട്. ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ അബദ്ധം പറ്റിയപ്പോൾ അത് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു സാരമില്ല എന്ന് പറഞ്ഞിട്ട് അന്ന് വൈകുന്നേരം അവിടുത്തെ ദേവാലയ ശുശ്രൂഷനെ ആ ഓമശ്ശേരി എന്നുള്ള സ്ഥലത്തേക്ക് പറഞ്ഞു വിട്ടു. അങ്ങനെ അന്ന് ഓമശ്ശേരി 40-45 ഓട്ടോറിക്ഷ ഉണ്ട്. അയാൾ ഒരു 2-2.5 മണിക്കൂർ മെനക്കെട്ടിട്ട് ഓരോ ഓട്ടോറിക്ഷക്കാരുടെ അടുത്ത് പോയി ചോദിക്കാം, ചേട്ടാ സൗഖ്യമാസികയുടെ കേട്ട് ചേട്ടൻ്റെ വണ്ടിയിലുണ്ടോ? കാരണം ഏതുപോലെ ഓട്ടോറിക്ഷയെ വിളിച്ചതെന്ന് അറിയത്തില്ല. അങ്ങനെ ചോദിച്ച് 2-2.5 മണിക്കൂർ മെനക്കെട്ട് അദ്ദേഹത്തെ സൗഖ്യമാസിക കിട്ടിയില്ല. ഓരോ ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞു അങ്ങോട്ട് കിട്ടി, ഞങ്ങളുടെ വണ്ടിയിൽ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ തിരിച്ച് വന്ന് വട്ടാലിച്ചുകൊണ്ട് ഈ കാര്യം പറഞ്ഞു. അന്ന് വൈകുന്നേരം 7:30 മണിയായപ്പോൾ ബഹുമാനപ്പെട്ട വട്ടായിലച്ചൻ, പാട്ട് പാടുന്ന സഹോദരൻ, പിന്നെ ഞങ്ങൾ 3 പേരിരുന്ന് ജവമാല ചൊല്ലി പ്രാർത്ഥിക്കുക. അതിന്റെ 3-ാമത്തെ രഹസ്യം അച്ഛൻ ഇങ്ങനെയാണ് സമർപ്പിച്ചത്. ഞാൻ ഇന്നും അത് ഓർത്തിരിക്കുന്നുണ്ട്. അച്ഛൻ ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്: പരിശുദ്ധ അമ്മേ, ഇവിടുത്തെ ദൈവജനത്തിന് സൗഖ്യമാസ കൊടുക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അമ്മയുടെ മധ്യസ്ഥതയാൽ അത് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അമ്മയുടെ മധ്യസ്ഥത തിരിച്ചു കിട്ടട്ടെ. എന്നിട്ട് അച്ഛൻ പിറ്റേ ദിവസം രാവിലെ വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് കണ്ട് ഈ 40-40 ഓട്ടോറിക്ഷക്കാരൻ്റെ അടുത്ത് പോയിട്ട് തിരിച്ചു വന്ന അതേ വ്യക്തിയെ വീണ്ടും വിളിച്ച് നേരെ ഓമശ്ശേരിക്ക് പറഞ്ഞു, ഒന്നുകൂടെ പോയി ചേട്ടൻ പോയി നോക്കിയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ആ മനുഷ്യൻ പോയി. ഗത്യന്തരില്ല എന്ന് പറഞ്ഞാൽ രക്ഷയില്ലാതെ പോയി. അങ്ങനെ ചെന്ന് അയാൾ ആദ്യത്തെ ഓട്ടോറിക്ഷക്കാരൻ്റെ അടുത്ത് ചോദിച്ചു, ചേട്ടാ സൗഖ്യമാസികർ കേട്ട് ചേട്ടൻ്റെ വണ്ടിയിലുണ്ടാവും? അപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ പൊന്നു ചേട്ടാ അങ്ങനെ കേട്ട് ചേട്ടൻ എൻ്റെ വണ്ടിയില്ലെന്ന് നേരത്തെ തന്നെ പറഞ്ഞില്ലെന്ന് ചോദിച്ചാൽ അവർ ചൂടായി. 2-ാമത്തെ ഓട്ടോറിക്ഷക്കാരനോട് ചോദിച്ചു, അയാൾ തന്നോട് ഇത് ഇന്നലെ പറഞ്ഞില്ലെന്ന് ചോദിച്ചാൽ അയാൾ ചൂടായി. അങ്ങനെ ചോദിച്ചു 6-ാമത്തെ ഓട്ടോറിക്ഷക്കാരൻ്റെ അടുത്ത് ചെന്നു. അയാൾ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ പൊന്നു ചേട്ടാ ആ കേട്ട എൻ്റെ വണ്ടിയിലുണ്ടെന്ന് പറഞ്ഞു. ഉടനെ നമ്മുടെ ചേട്ടൻ അങ്ങോട്ട് ചൂടായി. എന്നാൽ പിന്നെ തനിക്ക് ഇന്നലെ പറയാൻ മേലെ ഞാൻ ചോദിച്ചു.
അപ്പോൾ ഞാൻ മനുഷ്യൻ പറഞ്ഞ കാര്യം ഇതാ, എന്റെ പൊന്നെ ചേട്ടാ, അത് എന്റെ വണ്ടിയിൽ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ ഇപ്പൊ താൻ എങ്ങനെ അറിഞ്ഞത്? അപ്പോൾ മനുഷ്യൻ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്, ഇന്നലെ വൈകുന്നേരം 7:30 മണിയായപ്പോൾ ആ ഓട്ടോറിക്ഷക്കാരി യാത്രക്കാരൻ പുറകോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് ചോദിക്കുകയാണ്, ഇതെന്താ ചേട്ടാ പുറകിലൊരു കെട്ട് കിടക്കുന്നത്? എന്താ സംഭവം എന്നറിയാം സഹോദരങ്ങളെ? ആ ഓട്ടോറിക്ഷയുടെ ബാക്ക് സീറ്റിന്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിന്റെ ഉള്ളിലാണ് ഈ ഉരുട്ടി കെട്ടിയ ഈ സൗഖ്യം പത്രം ഇറങ്ങി കിടക്കുന്നത്. അത് അവിടെ കിടക്കണവര് ഓട്ടോറിക്ഷക്കാരൻ അറിഞ്ഞിട്ടില്ല. അത് കാണാത്തത് കൊണ്ടാണ് ഞാൻ എടുത്തോണ്ട് പോരാതിരുന്നത് ചെയ്തത്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 7:30 മണിക്ക് ഞങ്ങൾ തിരുവമ്പാടിരുന്ന് ജോമാലിയല്ലേ പ്രാർത്ഥിക്കുമ്പോൾ 7:30 മണിക്ക് അമ്മ പോയി ഓമശ്ശേരിയിലേക്ക്. എന്നിട്ട് ആ ഓട്ടോറിക്ഷക്കാരെ യാത്രക്കാരനോട് പുറകോട്ട് തിരിഞ്ഞു നോക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? പരിശുദ്ധ അമ്മ ആ മനുഷ്യനെ കൊണ്ട് പുറകോട്ട് തിരിഞ്ഞു നോക്കിച്ചിട്ട് അവിടുത്തെ കെട്ടെടുത്ത് ആ ഓട്ടോറിക്ഷക്കാരന്റെ പോയി കൊടുത്ത് അദ്ദേഹത്തിന്റെ പെങ്ങളുടെ വീട്ടിൽ അത് വെച്ചിട്ടുണ്ടായിരുന്നു. തിരുവമ്പാട് ദൈവജനത്തിന് അത് കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറയാം ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ, അനർത്ഥങ്ങളിൽ, ചില പാപത്തിന്റെ മേഖലകളിലൊക്കെ പതിക്കുമ്പോ പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥ പോയിച്ച് പ്രാർത്ഥിച്ചാൽ അത് അച്ചട്ടായിട്ട് സംഭവിക്കും. അങ്ങനെ തന്നെ സംഭവിക്കും. അവർക്ക് പറയാം ഹല്ലേലൂയ. അതേ തുടർന്ന് ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുമ്പ് ഞാൻ സൂചിപ്പിച്ച ലൂർദിലെ സംഭവത്തിലും ഈ ഉദാഹരണത്തിൽ ഈ പറഞ്ഞ സംഭവത്തിലും എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥ വഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെ സംഭവിക്കാൻ കാരണം? അതിന് കാരണമുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതിന്റെ കാരണം നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത് 2 തിരുവചന ഭാഗങ്ങളുടെ വെളിച്ചത്തിലാണ്. എന്തുകൊണ്ടാണ് സ്വർഗത്തോട് പരിശുദ്ധ അമ്മ മാധ്യസ്ഥം വഹിച്ചാൽ അത് നിഷേധിക്കാൻ സ്വർഗത്തിന് പറ്റാത്തത്? കാലായിനെ കല്യാണ വിരുന്നിൽ സമയമായില്ല എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ മധ്യസ്ഥ വഴി ഈശോ ഇടപെടാൻ എന്താണ് കാരണം? അതിന് കാരണം നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത് മർക്കോസിന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിലാണ്. 3-ാമത്തെ അധ്യായത്തിന്റെ 31 മുതൽ 35 വരെയുള്ള തിരുവചനങ്ങൾ. അതിങ്ങനെയാണ് വചനം പഠിപ്പിക്കുന്നത്. അവന്റെ അമ്മയും സഹോദരന്മാരും വന്ന് പുറത്തു നിന്നുകൊണ്ട് അവനെ വിളിക്കാൻ ആളയച്ചു എന്ന് പറഞ്ഞാൽ, യേശു പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് അമ്മ യേശുവിനെ കാണാൻ വേണ്ടി വരികയാണ്. ജനക്കൂട്ടം അവനെ ചുറ്റിയിരിക്കുകയായിരുന്നു. അവർ പറഞ്ഞു, ഇതാ നിന്റെ അമ്മയും സഹോദരിമാരും നിന്നെ കാണാൻ പുറത്ത് നിൽക്കുന്നു. അവൻ ചോദിച്ചു, ആരാണ് എന്റെ അമ്മയും സഹോദരങ്ങളും? ചുറ്റും ഇരിക്കുന്നവരെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, ഇതാ എന്റെ അമ്മയും എന്റെ സഹോദരങ്ങളും. ദൈവത്തിന്റെ ഹിതം നിർവഹിക്കുന്നവൻ ആരോ അവനാണ് എന്റെ സഹോദരനും സഹോദരിയും അമ്മയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ തിരുവചനഭാഗം കേൾക്കുമ്പോ യേശു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിച്ച് നമുക്ക് പെട്ടെന്ന് തോന്നും. ഇതാ അമ്മ പുറത്ത് വന്ന് നിൽക്കുന്ന പറയുമ്പോ യേശു ഒരു മൈൻഡും ഇല്ലാത്ത രീതി ചോദിക്കാണ്, ആരാണ് എന്റെ അമ്മയും സഹോദരന്മാരും? എന്നിട്ട് ചുറ്റുമുള്ളവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇതാണ് എന്റെ അമ്മയും സഹോദരന്മാരും. അപ്പൊ ചില ആൾക്കാർ പറഞ്ഞു, ഞാൻ കേട്ടിട്ടുണ്ട്, അപ്പൊ നോക്കിയ പരിശുദ്ധ അമ്മ യേശുവിന്റെ അമ്മയെന്ന് തള്ളി പറഞ്ഞു, കാര്യമില്ല എന്ന് പറഞ്ഞു, അങ്ങനെ പറഞ്ഞ് മാറ്റി നിർത്തി, മൊട്ടത്തോടല്ലേ എന്നൊക്കെ പറഞ്ഞു എന്നാണ് ചില ആൾക്കാർ വ്യാഖ്യാനിക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ട അതല്ല ശരിയായ വ്യാഖ്യാനം. അതെങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? ദൈവത്തിന്റെ ഹിതം നിർവഹിക്കുന്നവൻ ആരോ അവനാണ് എന്റെ അമ്മയും സഹോദരൻ എന്ന് പറയുമ്പോൾ ഈ ഭൂമിയിൽ ദൈവപിതാവിന്റെ ഹിതം അതിന്റെ പൂർണ്ണതയെ നിറവേറ്റവൾ പരിശുദ്ധ അമ്മയാണെന്ന് ഈ ലോകത്തിന് മുമ്പിൽ ഉറക്കെ പ്രഖ്യാപിക്കായിരുന്നു യേശു അവിടെ. ഇതാ വചനം പൂർണ്ണമായി നിർവഹിച്ചവൾ പരിശുദ്ധ അമ്മയെ തന്നെയാണ് ഉറക്കെ പ്രഖ്യാപിക്കാൻ അവിടെ ചെയ്യണത്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ സ്വർഗത്തിന് നിഷേധിക്കാൻ പറ്റാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വർഗം പറഞ്ഞത് മുഴുവൻ അനുസരിച്ചവളാണ് പരിശുദ്ധ അമ്മ. സ്വർഗം പറഞ്ഞ എല്ലാ കാര്യം വിശ്വസിച്ചവളാണ് പരിശുദ്ധ അമ്മ. വചനം മാംസമായി അവതരിക്കാൻ വേണ്ടി വിട്ടുകൊടുത്തവളാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ ഒരു വാഗ്ദാനം കിടക്കുന്നുണ്ട്. നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്കത് ലഭിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ സ്വർഗത്തിന്റെ കൂടെ വസിച്ചവൾ, പരിശുദ്ധ തൃത്വം വസിച്ചവൾ പരിശുദ്ധ അമ്മ. മാത്രമല്ല സ്വർഗം പറഞ്ഞു എല്ലാ വചനങ്ങളും നിറവേറ്റിയവളും പരിശുദ്ധ അമ്മയിലാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് അർഹതപ്പെട്ട ഒരു വാഗ്ദാനമാണ് ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക. അവിടെ കണ്ടീഷൻസ് ഇല്ല. അതാണ് പറയുന്നത്, പരിശുദ്ധ അമ്മ യേശുവിന്റെ പക്കൽ ഒരു കാര്യം, സ്വർഗത്തിന്റെ പക്കൽ ഒരു കാര്യം മാധ്യസ്ഥം വെച്ച് പ്രാർത്ഥിച്ചാൽ സ്വർഗത്തിന് നിഷേധിക്കാൻ പറ്റില്ല. കാരണം സ്വർഗം ഒരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. വചനം നിറവേറ്റുന്നവർക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാനുള്ള വാഗ്ദാനം സ്വർഗം കനിഞ്ഞു നൽകിയിരിക്കുന്ന വാഗ്ദാനമാണ്. സന്തോഷത്തിന് പറയാം ഹല്ലേലൂയ. മനസ്സ് തുറന്ന് ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ സ്തുതി, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരൻ, ഞാൻ ഓർക്കാണ്
ഇവിടെ ഒരു വൈദികരുടെ ധ്യാനം നടക്കുന്ന സമയം ഒരച്ഛൻ പറഞ്ഞ അനുഭവസായിട്ട് ഞാൻ ഓർക്കാണ്. ആ അച്ഛൻ ആഫ്രിക്കൻ മിഷണറി ആയിരിക്കുന്ന അച്ഛനാണ്. ആഫ്രിക്കൻ മിഷൻ ജോലി ചെയ്യുന്ന അച്ഛൻ. ആ അച്ഛൻ ആഫ്രിക്ക ജോലി ചെയ്യുന്ന സമയത്ത് മലമന് പോലെയുള്ള ഒരു രോഗം പിടിപെട്ട്, ആ രോഗം പിടിപെട്ടില് ലിവർ സീറോസിസ് എന്ന് പറഞ്ഞ മാരകമായ രോഗം അച്ഛനെ ബാധിച്ചു. അങ്ങനെ അച്ഛൻ ആഫ്രിക്കയിൽ നിന്ന് തിരിച്ചു വന്ന് ഇന്ത്യയിൽ വന്നു എന്ന് പറഞ്ഞ വത്തിക്കാൻ റോമിലാണ് അവരുടെ കോൺഗ്രിഗേഷന്റെ ആസ്ഥാനം, ഫോറിൻ കോൺഗ്രിഗേഷൻ ആണ്. അങ്ങനെ ഈ അച്ഛൻ തിരിച്ചു വന്ന് ഇവിടെ വന്ന് അമല ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ടെസ്റ്റുകളെല്ലാം നടത്തി കഴിഞ്ഞപ്പോൾ അച്ഛന്റെ ലങ്സിന്റെ 15% മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ. ലിവർ സിറോസിസ് ബാധിച്ച് ബാക്കിയെല്ലാം മുഴകൾ വന്നിരിക്കണം, 15% അവശേഷിച്ചിട്ടുള്ളൂ. അങ്ങനെ അമലയിൽ നിന്ന് വെല്ലൂർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ വെല്ലൂർ ഹോസ്പിറ്റലിൽ ചെന്ന് അവിടുത്തെ ഡോക്ടേഴ്സ് വീണ്ടും പരിശോധിച്ചിട്ട് ഇതേ കാര്യം തന്നെ പറഞ്ഞിട്ട് സ്വല്പം കൂടെ വിശദമായി അച്ഛനോട് തന്നെ നേരിട്ട് പറഞ്ഞു, അച്ഛാ, അച്ഛന് ഇനിയൊരു 3 മാസത്തിൽ കൂടുതൽ ആയുസില്ല. അച്ഛനോട് നേരിട്ട് പറഞ്ഞു, 3 മാസം കൂടി അച്ഛൻ ആയുസുള്ളൂ, അതാണ് സ്ഥിതി എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന് പരിഹാരം പറയാൻ ചികിത്സയൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഇനി ഏക പോസിബിലിറ്റി ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ആണ്, മാറ്റിവെക്കലാണ്. പക്ഷേ അതൊരു 100% ഉറപ്പില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഏതായാലും റോമിൽ നമ്മുടെ കോൺഗ്രിഗേഷൻ ഇടപെട്ട് ആ അച്ഛനെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് റോമിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനം. അങ്ങനെ അച്ഛൻ റോമിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അവരുടെ കോൺഗ്രിഗേഷൻ ബന്ധപ്പെട്ട ചില ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഡോക്ടേഴ്സ് അവിടെയും പരിശോധിച്ചു, ടെസ്റ്റുകളെല്ലാം ഒരേപോലെയാണ്. അപ്പോൾ ഒരു 20 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട്. 20 ദിവസം കഴിഞ്ഞാൽ ഓപ്പറേഷൻ, പിന്നെ ലിവർ ട്രാൻസ്പ്ലാന്റേഷന്റെ കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ ഡോക്ടേഴ്സ് മെഡിസിൻ കാര്യങ്ങൾ കൊടുത്തിട്ട് ഒരു 15 ദിവസം കഴിയുമ്പോൾ വന്ന് അഡ്മിറ്റ് ആവുക. 5 ദിവസം കിടക്കുക, പിന്നെ 5 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ശസ്ത്രക്രിയ. അങ്ങനെ അച്ഛൻ ആശ്രമത്തിൽ ഇങ്ങനെ മരുന്ന് കഴിച്ച് ഇങ്ങനെ കഴിയുകയാണ്. അപ്പോൾ അച്ഛന്റെ മനസ്സിൽ കുറേ നാളുകളായിട്ടുള്ള ഒരു ആഗ്രഹമാണ് ലൂർദിൽ പോയി പ്രാർത്ഥിക്കുക, ലൂർദിൽ പോയി കുർബാന അർപ്പിക്കുക, മാതാവ് സ്ഥലത്ത് പോവുക, അവിടെ ഉറവയിൽ നിന്ന് വെള്ളം കുടിക്കുക. അങ്ങനെ അച്ഛൻ്റെ ഒരു ഭയങ്കര ആഗ്രഹം കുറെ നാളുകളായിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ ശസ്ത്രക്രിയ കഴിഞ്ഞ് ജീവനിലേക്ക് തിരിച്ചു വരുന്ന അച്ഛന് വലിയ ബോധ്യമില്ല. അതുകൊണ്ട് അച്ഛൻ ഇതൊരു അവസാനത്തെ ആഗ്രഹം എന്ന രീതിയിൽ സുപ്പീരിയറോടൊക്കെ ചോദിച്ചു. അപ്പൊ സുപ്പീരിയർ പോയി ഡോക്ടറിനോട് കൺസൾട്ട് ചെയ്തു. അപ്പൊ ഡോക്ടേഴ്സ് പറഞ്ഞ് കുഴപ്പമില്ല, 15 ദിവസത്തിനുള്ളിൽ സമയമുണ്ടല്ലോ, ഒന്ന് പോയിട്ട് വരട്ടെ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ ലൂർദിൽ ചെന്ന്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലൂർദിൽ ചെന്ന് അച്ഛൻ 2 ദിവസം അവിടെ താമസിച്ചു. ആ ഉറവിൽ നിന്ന് വെള്ളം കുടിച്ചു, അവിടെ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിച്ചു, ദിവ്യകാരുണ്യ പ്രദർശനത്തെ സംബന്ധിച്ച് പരിശുദ്ധ അമ്മയോട് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. അങ്ങനെ അച്ഛൻ തിരിച്ചു വന്ന് 15ാമത്തെ ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഡോക്ടേഴ്സ് നോക്കിയിട്ട് ആദ്യത്തെ സ്കാനിംഗ് റിപ്പോർട്ട് ഒരു കയ്യിലും, 2ാമത്തെ സ്കാനിംഗ് റിപ്പോർട്ട് മറ്റു കയ്യിലും പിടിച്ചിട്ട് ആ ഡോക്ടേഴ്സ് പറഞ്ഞ കാര്യം, ഇതാ ഇപ്പൊ ട്യൂമർ കാണാനില്ല, ഇപ്പൊ അതിന്റെ ഒരു അവസ്ഥയും കാണാനില്ല, ഇതാ എല്ലാ ലിവറും ഫംഗ്ഷൻ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ ഡോക്ടേഴ്സ് സാക്ഷ്യപ്പെടുത്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സഹ്യ ധ്യാന കേന്ദ്രത്തിന്റെ അൾത്താരയിൽ ആ അച്ഛൻ പറഞ്ഞ അനുഭവ സാക്ഷ്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി ഒരു കാര്യം മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചാൽ അത് സ്വർഗത്തിന് നിഷേധിക്കാൻ പറ്റാത്ത മാധ്യസ്ഥമാണെന്ന് വചനത്തിലൂടെ വെളിപ്പെടുത്തി തരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർക്ക് പറയാം ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹൃദയം തുറന്ന് ഹല്ലേലൂയ, മനസ്സ് തുറന്ന് ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ഒരു അനുഭവമായിട്ട് മാറണം. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ ഒരു അനുഭവമായിട്ട് മാറണം. വൈകുന്നേരം 7 മണിയാകുന്ന സമയത്ത് ടിവിയുടെ റിമോട്ടിന്റെ സ്വിച്ച് അല്ല മാതാപിതാക്കന്മാരുടെ കൈകളിൽ മക്കൾ കാണേണ്ടത്. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന മക്കളെ, മാതാപിതാക്കളെ കണ്ടുകൊണ്ട് മക്കൾ വളർന്നു വരട്ടെ. ആ കുടുംബങ്ങളിൽ നിന്ന് ഒരു മക്കൾ പോലും, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രത്യേക ചീത്ത കൂട്ടുകെട്ടിലെ അവസ്ഥകളിലേക്ക് പോവില്ല. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറയാം ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരൻ, വിളിച്ചാൽ വിളിച്ചെടുത്ത് വരുന്നവളാണ് പരിശുദ്ധ അമ്മ. സ്വർഗത്തിന് നിഷേധിക്കാൻ പറ്റാത്ത മാധ്യസ്ഥമാണ് പരിശുദ്ധ അമ്മ. എന്നേക്കാൾ കൂടുതൽ എത്രയോ 100 അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ, അതിനുള്ള വചനത്തിന് ഉത്തരമാണ് ഞാൻ വെളിപ്പെടുത്തിയത്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് അനേകം വ്യക്തികൾ അബദ്ധ പ്രബോധനങ്ങളുടെയും അബദ്ധ സിദ്ധാന്തങ്ങളുടെയും പുറകിൽ പോയി പരിശുദ്ധ അമ്മയെ തള്ളിപ്പറഞ്ഞ് പരിശുദ്ധ അമ്മയെ ഉപേക്ഷിച്ച് ജീവിക്കുന്ന അനേകം ദൈവമക്കളുണ്ട്. വചനം ശരിയായ രീതി മനസ്സിലാക്കാത്തത് കൊണ്ട് അമ്മയോടുള്ള ഭക്തി ഉപേക്ഷിച്ചപ്പോൾ അനേകം കുടുംബങ്ങളുണ്ട്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ അവരെ ഓർത്ത് പോലും അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്. ചില വെളിപ്പെടുത്തലുകൾ ലഭിക്കുന്നുണ്ട് സഹോദരങ്ങളെ. ഹല്ലേലൂയ, അവർക്ക് പറയാം ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഓർക്കാണ് പലതരത്തിലുള്ള അബദ്ധ സിദ്ധാന്തങ്ങൾ. ഞാൻ ഒരു പ്രാവശ്യം സഖിയോൻ ധ്യാനകേന്ദ്രത്തിൽ മാതാവിനെ കുറിച്ചൊരു ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു 10-65 വയസ്സുള്ള മനുഷ്യൻ, ആ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഒരു സംശയം ഉണ്ടെന്ന് പറഞ്ഞു. സംശയം എന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് ആവിരതായി. ഞാൻ പറഞ്ഞു, എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അന്ന് ബൈബിളൊക്കെ മൊത്തം അങ്ങോട്ട് പഠിച്ച് വരുന്ന കാലഘട്ടങ്ങളിലേക്കാണ്.
അല്ലെങ്കിൽ ഞാൻ പിന്നീട് റെഫർ ചെയ്ത് അച്ഛന്മാരോട് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടനോട് പറഞ്ഞു, അതെ, മത്തായിയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം ഇപ്രകാരമാണ്. ഞാൻ ചോദിച്ചു എപ്രകാരം, ഞാൻ എനിക്കറിയത്തില്ല. ഒരേ മനുഷ്യൻ പറഞ്ഞ കാര്യം ഇതാണ്. വചനം എങ്ങനെയാണെന്ന് വെച്ചാൽ, പുത്രനെ പ്രസവിക്കുന്നത് വരെ അവൻ അവളെ അറിഞ്ഞില്ല. പുത്രനെ പ്രസവിക്കുന്നവരെ അവൻ അവളെ അറിഞ്ഞില്ല. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. അപ്പൊ ചേട്ടൻ ചോദിച്ചു, ഈ പുത്രൻ എന്ന് പറയുന്നത് യേശു ക്രിസ്തു അല്ലേ? അതെ, പുത്രൻ എന്ന് പറയുന്നത് യേശു ക്രിസ്തു. അവനെന്ന് പറയുന്നത് യൗസേ പിതാവല്ലേ? ആ, യൗസേ പിതാവാണ്. അവളെന്ന് പറയുന്നത് പരിശുദ്ധ, ഈ നിങ്ങൾ ഈ പറയുന്ന പരിശുദ്ധ അമ്മയല്ലേ? അതെ, അവിടുന്ന് പരിശുദ്ധ അമ്മയാ. അറിഞ്ഞു എന്നത് ലൈംഗിക ബന്ധം സൂചിപ്പിക്കാൻ വേണ്ടി ബൈബിൾ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. ഞാൻ നോക്കുമ്പോൾ എന്നേക്കാൾ കൂടുതൽ തിയോളജി ദൈവശാസ്ത്രത്തിലെ ചേട്ടൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. ഉടനെ ഈ ചേട്ടൻ എന്നോട് ചോദിക്കുകയാണ്, അപ്പോ പുത്രനെ പ്രസവിക്കുന്നത് വരെ യൗസേ പിതാവ് മാതാവിനെ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ പുത്രനെ പ്രസവിച്ച ശേഷം അറിഞ്ഞു എന്നല്ലേ അച്ഛാ? അല്ല, നിങ്ങൾക്ക് എന്താ തോന്നണത്? പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് തോന്നാം. എന്നാൽ സെമിനാരിയിൽ ചേർന്ന വചനം അതിന്റെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കി വെളിപ്പെട്ട് കിട്ടിയത്, ഞാൻ പണ്ട് ഡിഗ്രിക്കൊക്കെ പുറത്ത് പഠിച്ച സമയത്ത് ഇതുപോലെ അനേക ആൾക്കാർ വന്ന് പലവിധ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അന്ന് ഞാനും ചിന്തിച്ചിട്ടുണ്ട്, ശരിയാണല്ലോ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ വചനം മനസ്സിലാക്കിയപ്പോഴാണ് അതിന് യഥാർത്ഥ അർത്ഥതലങ്ങൾ വെളിപ്പെട്ട് കിട്ടിയത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മലയാള ഭാഷയിൽ വരെ എന്നുള്ള പദം ഉപയോഗിക്കുന്നത് നമുക്കറിയാം ഒരു പ്രവൃത്തിയുടെ അവസാനം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവൻ വരുന്നത് വരെ ഞാൻ കാത്തു നിന്നു എന്ന് പറഞ്ഞാൽ അവൻ വരുന്നത് വരെ, എൻഡ് ഓഫ് ആൻ ഈവൻ, ഒരു പ്രവൃത്തിയുടെ അവസാനം. എന്നാൽ ബൈബിളിൽ വരെ എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്നത് ഒരു പ്രവൃത്തിയുടെ അവസാനം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ഒരു പ്രവൃത്തിയുടെ പ്രാധാന്യം എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പദം ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, സെമിറ്റിക് എന്ന് പറഞ്ഞാൽ ബൈബിൾ എഴുതപ്പെട്ട ഗ്രീക്ക് ഭാഷയിൽ, പുതിയ നിയമം, പഴയ നിയമം, ഹീബ്രു, ആ ഭാഷയിൽ സെമിറ്റിക് എന്ന് പറയുന്ന ഭാഷാ സമൂഹത്തിൽ വരെ എന്നുള്ള പദത്തിന്റെ അർത്ഥം നമ്മൾ മലയാളത്തിൽ കാണുന്ന അർത്ഥമല്ല, ഒരു പ്രാധാന്യം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവില്ല എന്നുള്ളത് എനിക്കറിയാം. വചനത്തിലൂടെ തന്നെ അത് വെളിപ്പെടുത്തി തരാം. 2 സാമുവേൽ 6:23 അവിടെ വചനം എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? സാവൂളിന്റെ പുത്രി മിഖാൽ മരണം വരെ സന്താനരഹിതയായിരുന്നു. സാവൂളിന്റെ പുത്രി മിഖാൽ മരണം വരെ സന്താനരഹിതയായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മരിക്കുന്നത് വരെ അവൾക്ക് മക്കളുണ്ടായിരുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. മരിക്കുന്നത് വരെ മക്കൾ ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ മരിച്ചതിന് ശേഷം മക്കൾ ഉണ്ടായിരുന്ന അർത്ഥമുണ്ടോ? ഇല്ല. അതാ പ്രവൃത്തിയുടെ പ്രാധാന്യം അത് എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ടാണ്. യേശയ്യാ 22:14 നീ മരിക്കുന്നത് വരെ യാഗത്തിൽ ക്ഷമിക്കപ്പെടുകയല്ല എന്ന് പറഞ്ഞ മരിച്ചതിന് ശേഷം ക്ഷമിച്ചു അർത്ഥമുണ്ടോ? ഇല്ല. എന്ന് അങ്ങനെയാണെങ്കിൽ പുത്രനെ പ്രസവിക്കുന്നത് വരെ അവൻ അവളെ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ പുത്രനെ പ്രസവിച്ച ശേഷം അറിഞ്ഞു എന്ന് അർത്ഥമുണ്ടോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്. ആർക്കെ പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാസ്തവത്തിൽ ഭാഗത്തിന്റെ അർത്ഥം എന്താണെന്നറിയോ? ആ പുത്രനെ പ്രസവിക്കുന്നത് വരെ, ഉണ്ണീശോയെ പ്രസവിക്കുന്നത് വരെ ആ മാലാഖമാരൊക്കെ കണ്ടപ്പോഴും പിന്നെ ആ സംഭവങ്ങളൊക്കെ ആ ബന്ധങ്ങൾ അടങ്ങി അറിയപ്പോഴാണ് യൗസേ പിതാവ് ഇത് ശരിക്കും ആ ദൈവിക രഹസ്യത്തിന്റെ പൂർണ്ണതയിൽ മനസ്സിലായത്. ഇത് രക്ഷകനാണെന്ന്, രക്ഷകന്റെ അമ്മയാണെന്നതിന്റെ പൂർണ്ണതയിൽ മനസ്സിലായത് അപ്പോൾ മാത്രമാണെന്ന് അതിന്റെ അർത്ഥം. അല്ലാതെ മറിയത്തിന് വരെ മക്കളുണ്ടായിരുന്നില്ല അതിന്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. ആർക്കെ പറയാം ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അനേകം വ്യക്തികൾ ഇതുപോലെ അനേകം സംശയങ്ങൾ പെട്ടുപെട്ട് കിടക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് കുറെ നാളുകൾക്ക് മുമ്പ് ഒരു ചേട്ടൻ ഒരിക്കൽ പറഞ്ഞ കാര്യം ഇതാ. അതെ, ആ മാതാവിന്റെ അടുത്ത് കുറെ തിരി കത്തിച്ചിട്ടുണ്ട് ഞങ്ങളുടെ പള്ളിയിൽ. ആ കുരിശു തൂങ്ങി കിടക്കുന്ന കർത്താവിന്റെ അടുത്ത് 5-6 പേട്ട് തിരി കത്തിച്ച് വെച്ചിട്ടുണ്ട്. കർത്താവിന് വിഷമാവില്ലെന്ന്. എന്താ തരം നോക്ക്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബദ്ധ ചിന്തകൾ. ഈ പരിശുദ്ധ അമ്മയെ 3 ലോക രാജ്ഞിയെ മുടിച്ചു പിടിച്ചത് ആരാ? ഈശോയല്ലേ. 3 ലോക രാജ്ഞിയെ അമ്മയെ മുടിച്ചു പിടിച്ച് ഈശോയല്ലേ. ആ ഈശോയ്ക്ക് വിഷമാവുമോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ, സഭ നൽകുന്ന പ്രബോധനങ്ങളിലും വിശ്വാസത്തെ സംബന്ധിച്ച് സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ തെറ്റില്ല എന്ന് വിശ്വസിക്കണം, മനസ്സിലാക്കണം. 9-ാം പിയൂസ് മാർപ്പാപ്പ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു. പരിശുദ്ധ അമ്മ അമലോത്ഭവയാകുന്നു, ഉത്ഭവ ഭാവമില്ലാതെ ജനിച്ചവളാകുന്നു. കൃത്യം ആ പ്രഖ്യാപനത്തിന് ശേഷം 4 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ലൂർദിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ പറഞ്ഞ ആദ്യത്തെ വാക്ക് എന്താ? ആദ്യത്തെ വാക്ക് ഞാൻ അമലോത്ഭവയാകുന്നു എന്നുള്ളതാ. ഞാൻ അമലോത്ഭവയാകുന്നു. 4 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ പിതാവ് പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് പ്രചോദനമായി പറഞ്ഞ അതേ കാര്യം പരിശുദ്ധ അമ്മ ആവർത്തിച്ചു എന്നാണ് വചനം വെളിപ്പെടുത്തുന്നത്. സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, വിശ്വാസം സംബന്ധിച്ച്, വചനത്തെ സംബന്ധിച്ച് സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് വിശ്വസിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അവർക്ക് പറയാം ഹല്ലേലൂയ.
കഥ എന്താണ്? ഹല്ലേലൂയ. ചില ആൾക്കാർ ചോദിക്കുന്ന മറ്റൊരു സംശയം എന്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അത് മർക്കോസിന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിന് 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ചില ആൾക്കാർ ചില സംശയം ചോദിക്കാറുണ്ട്. അതിങ്ങനെയാണ്, യേശു സ്വന്തം നാട്ടിലെത്തി സെനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചില ആളുകൾ ചോദിച്ചു, 3-ാമത്തെ വാക്യം, ഇവൻ മറിയത്തിന്റെ മകനും യാക്കോബ്, യോസെ, യൂദാസ്, ശിമയോൻ എന്നിവരുടെ സഹോദരനുമായ മരപ്പണിക്കാരനല്ലേ? യാക്കോബ്, യോസെ, യൂദാസ്, ശിമയോൻ എന്നിവരുടെ സഹോദരന്മാർ മരപ്പണിക്കാരനല്ലേ? പെട്ടെന്ന് ഈ വചനവാക്യം വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് യേശുവിന്റെ സഹോദരന്മാരാണ്, മറിയത്തിന് വേറെ മക്കളുണ്ടായിരുന്നു പെട്ടെന്ന് തോന്നും. അങ്ങനെ പറയുന്നവരുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന്റെ അർത്ഥം അതല്ല. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ബൈബിൾ എഴുതപ്പെടുന്ന കാലത്ത് സഹോദരൻ രക്തബന്ധത്തിലുള്ളവരെയും രക്തബന്ധത്തിൽ അല്ലാത്ത സഹോദരന്മാരെയും സൂചിപ്പിക്കാൻ വേണ്ടി ബൈബിളിൽ ഒരേ ഒരു പദവി ഉണ്ടായിരുന്നല്ലോ ഗ്രീക്ക് ഭാഷയിൽ. അത് അദൽഫോസ് എന്ന് പറയുന്ന പദമാണ്. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരന്റെ അർത്ഥം എന്ന് പറയുന്നത്, നമുക്കറിയാവുന്ന മലയാള ഭാഷയിൽ ഡിക്ഷണറി ഓരോ വർഷം ഇറങ്ങുമ്പോൾ പദങ്ങൾ കൂടിക്കൂടി വരും. ഇംഗ്ലീഷിൽ ചില പദങ്ങൾ മലയാളത്തിലേക്ക് വരും എന്ന് പറയുന്ന പോലെ ഭാഷ ആദ്യകാലങ്ങൾ പരിമിതമായിരുന്നു. അന്ന് രക്തബന്ധത്തിലുള്ളവരെ അല്ലാത്തവരെ സൂചിപ്പിക്കാൻ കൂടുതൽ പദങ്ങളില്ല. അതുകൊണ്ട് കസിൻസ് എന്നുള്ള അർത്ഥത്തിലും രക്തബന്ധത്തിലുള്ള അർത്ഥത്തിലും സൂചിപ്പിക്കാൻ വേണ്ടി ഒരേ ഒരു പദം അദൽഫോസ് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, അവർക്ക് പറയാം ഹല്ലേലൂയ എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൗലോസ്ലീഹ തന്റെ ലേഖനത്തിൽ എന്റെ സഹോദരന്മാരെ ഉദ്ധരിക്കുന്നുണ്ട്. കുർബാനയ്ക്ക് സഹോദരന്മാരെ നമ്മൾ പറയുന്നുണ്ട്. അതെല്ലാം സ്വന്തം സഹോദരന്മാരെ ആ സെൻസിലല്ല ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരൻ, ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി വെളിപ്പെടുത്തൽ വചനത്തിലൂടെ കാണിച്ചു തരാം. നിങ്ങൾ പെട്ടെന്ന് ആ 4 മക്കളുടെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന 4 മക്കളുടെ പേര് ഓർമ്മയിൽ വെച്ച്, യാക്കോബ്, യോസെ, യൂദാസ്, ശിമയോൻ, 4 പേരുടെ മക്കളുടെ പേര് മനസ്സിൽ വയ്ക്കുക. എന്നിട്ട് മർക്കോസിന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിന്റെ 40-ാമത്തെ തിരുവചനം, മർക്കോസിന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിന്റെ 40-ാമത്തെ തിരുവചനത്തിൽ കുരിശിൽ കർത്താവ് മരിക്കുന്ന സമയത്ത് ആ കുരിശിന്റെ താഴെ നിൽക്കുന്ന വ്യക്തികളുടെ പേര് കൊടുക്കുന്നുണ്ട്. അതെങ്ങനെയാണ്? ഇതെല്ലാം കണ്ടുകൊണ്ട് ദൂരെ കുറെ സ്ത്രീകളും നിന്നിരുന്നു. മഗ്ദലന മറിയവും യോസയുടെയും ചെറിയ യാക്കോബിന്റെയും അമ്മയായ മറിയവും അവിടെ നിപ്പുണ്ടായിരുന്നു. യാക്കോബിന്റെ യോസയുടെ അമ്മയായ മറിയ അവിടെ നിപ്പുണ്ടായിരുന്നുവെന്ന് നമ്മള് പേര് മനസ്സിൽ സൂക്ഷിച്ച 4 മക്കളിൽ 2 മക്കളുടെ പ്രശ്നം ഒഴിവായല്ലോ. യാക്കോബ്, യോസ, യൂദാസ്, ശിമയോൻ. അതിൽ യാക്കോബും യോസയും വേറെ മറിയത്തിന്റെ മക്കളാണെന്ന് മനസ്സിലായല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, കുരിശിന്റെ താഴെ പരിശുദ്ധ അമ്മ നിൽക്കുന്നുണ്ട്. പിന്നെ യാക്കോബിന്റെ യോസ അമ്മയായും അറിയുമെന്ന് നിപ്പുണ്ട്. ഇനി 2 മക്കളുടെ പ്രശ്നമില്ലേ ഉള്ളൂ. അത് യൂദാസ് എഴുതിയ ലേഖനം വായിച്ചു കഴിഞ്ഞാൽ ബാക്കി മക്കളുടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് അങ്ങോട്ട് മനസ്സിലാകും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബദ്ധ സിദ്ധാന്തങ്ങളുടെ പുറകെ പോയി സഭയുടെ പ്രബോധനങ്ങളെ തള്ളിക്കളയരുത്. പരിശുദ്ധ അമ്മയെ തള്ളിക്കളയരുത്. അമ്മയുള്ള ഭക്തി ഉപേക്ഷിക്കരുത്. അങ്ങനെ കുടുംബങ്ങളിൽ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കണ്ണുനീരോടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചില ആൾക്കാർ ചോദിക്കുന്ന മറ്റൊരു സംശയം ഇപ്രകാരമാണ്. അത് ലൂക്കായുടെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ്. ലൂക്കാ 2:6 ഇങ്ങനൊരു വചനം കിടക്കുന്നുണ്ട്. അവൾ തന്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. ഈ കടിഞ്ഞൂൽ പുത്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യജാതൻ എന്നാണ് അർത്ഥം. ആദ്യജാതൻ. അങ്ങനെയാണെങ്കിൽ മറിയത്തിന് വേറെ മക്കളുണ്ടായിരുന്നു ചിന്തിക്കാം. എന്നാൽ സഹോദരങ്ങളെ, മലയാള ഭാഷയിൽ ഈ കടിഞ്ഞൂൽ പുത്രൻ എന്ന പദത്തിന് ആദ്യജാതൻ എന്ന് മാത്രമല്ല അർത്ഥമുള്ളത്, ഏകജാതൻ എന്നുകൂടി അർത്ഥമുണ്ട്. എന്ന് പറഞ്ഞാൽ യേശു മറിയത്തിന്റെ ഏകജാതനാണ്, പിതാവിന്റെ ഏകജാതനാണ് പുത്രനായ യേശു ക്രിസ്തു. അല്ലാതെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബദ്ധ സിദ്ധാന്തങ്ങൾ അതിന്റെ പുറകെ ഇല്ല. അവർക്ക് പറയാം ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ സ്തുതി. യോഹന്നാന്റെ ശേഷം 2-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തെ ഉദ്ധരിച്ചുകൊണ്ട് ചില ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ വചനം പഠിപ്പിക്കുന്നത്, യേശു മറിയത്തെ നോക്കി പറഞ്ഞു, സ്ത്രീയെ എനിക്ക് നിനക്ക് എന്ത്, എന്റെ സമയം ഇനി ആയിട്ടില്ല. സ്ത്രീയെ എന്ന് വിളിച്ച്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയെ സ്ത്രീയെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അമ്മയെന്ന് വിളിച്ചാൽ പോരാന്നാണ് ചില ആൾക്കാർ ചോദിക്കുന്നത്. ആരാണ്, എന്തുകൊണ്ടാണ് ഈ സ്ത്രീ എന്നുള്ള പദം ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ഹവ്വയും ആദവും കൂടി പാപം ചെയ്ത് ആ പാപത്തിന് ദൈവികമായ ചില പരിണിത ഫലങ്ങളെല്ലാം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വാഗ്ദാനം ഇങ്ങനെ കർത്താവ് പറഞ്ഞിരുന്നു, സ്ത്രീയിൽ നിന്ന് ജനിക്കുന്നവൻ സർപ്പത്തിന്റെ തല തകർക്കും. ആ സ്ത്രീ എന്ന് പറയുന്നത് പുതിയ നിയമത്തിന്റെ പരിശുദ്ധ അമ്മയാണ്. അത് നമുക്ക് മനസ്സിലാകുന്നത് വെളിപാടിന്റെ പുസ്തകത്തിൽ അതിന്റെ 12-ാമത്തെ അധ്യായത്തിൽ സ്ത്രീയിൽ നിന്ന് ജനിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ നിൽക്കുന്ന സർപ്പത്തെ കുറിച്ചുള്ള വചനം നമുക്കറിയാം.
അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകത്തിലും വെളിപാട് പുസ്തകത്തിലും കണ്ടുമുട്ടുന്ന സ്ത്രീ പരിശുദ്ധ അമ്മയാണെന്ന് നമുക്ക് സംശയമില്ല. പിന്നെ യോഹന്നാന്റെ സുവിശേഷത്തിൽ 2 സ്ഥലത്ത് ഈ സ്ത്രീയെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് യോഹന്നാന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ കാനായിൽ വെച്ച സ്ത്രീയെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ യോഹന്നാന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിന്റെ 26-27 വാക്യങ്ങളിൽ കുരിശിൽ കിടന്നുകൊണ്ട് നാഥൻ പറഞ്ഞു, സ്ത്രീയെ എന്ന് വിളിച്ചു, ഇതാ നിന്റെ മകൻ എന്ന് പറഞ്ഞ്. എന്താണ് പ്രിയപ്പെട്ട സഹോദരൻ ഇതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം എന്ന് പറയണത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന മറിയമാണ് യോഹന്നാൻ 2-ൽ കാനായിൽ നിൽക്കുന്ന പരിശുദ്ധ അമ്മ. അപ്പോ കർത്താവ് പറയുന്ന സ്ത്രീയെ സമയമായിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിന്നെ ലോകത്തിന് മുഴുവൻ അമ്മയായിട്ട് വെളിപ്പെടുത്തേണ്ട സമയം ആയിട്ടില്ല എന്ന് അതിന്റെ അർത്ഥം. അതാണ് സമയമായിട്ടില്ല എന്ന് പറയുന്നത്. അത്ഭുതം പ്രവർത്തിക്കാൻ സമയമായിട്ടില്ല, സമയമായിട്ടില്ല എന്ന് പറഞ്ഞാൽ നീ എന്നെ ലോകത്തിന് വെളിപ്പെടുത്തേണ്ട സമയമായിട്ടില്ല. കുരിശിൽ ഈശോ എന്താ പറയുന്നത്? ഇതാ സമയമായി, എല്ലാം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ യേശു ലോകത്തിന് അമ്മയെ വെളിപ്പെടുത്തിയ സ്ത്രീയെ ഇതാ നിന്റെ മകൻ എന്ന് പറഞ്ഞുകൊണ്ട്, മകനോട് ഇതാ നിന്റെ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീയെ കുറിച്ച് വെളിപ്പെടുത്തൽ നൽകി. ഇതുപോലെ വലിയ ദൈവശാസ്ത്രപരമായ അർത്ഥം അതിന്റെ പുറകിലുണ്ട് സഹോദരങ്ങളെ. അല്ലാതെ വെറുതെ സ്ത്രീ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് കൊച്ചാക്കാൻ വേണ്ടി വിളിച്ചാൽ ധരിക്കരുത്. അതൊക്കെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. കാൽവരിമരുടെ നെറുകയിൽ ആ ബലിയുടെ നടുവിൽ നൽകിയല്ലേ അന്ത്യസമ്മാനമായി പരിശുദ്ധമേ നൽകിയത്. ബലിയുടെ മൂർധന്യത്തിലല്ലേ പരിശുദ്ധമേ ലോകത്തിന് സമ്മാനമായി നൽകിയത്. അതല്ലേ പണ്ടത്തെ പാട്ട് നമ്മൾ കേട്ടിട്ടില്ലേ? കുരിശിൽ നിന്ന് ഞാൻ ആ സ്വരം കേട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ബലിയുടെ നടുവിൽ നൽകപ്പെട്ട അന്ത്യസമ്മാനമാണ് പരിശുദ്ധ അമ്മ. കർത്താവ് നൽകിയ 2 അന്ത്യസമ്മാനങ്ങളിൽ 1 പരിശുദ്ധാത്മാവ്, 2 പരിശുദ്ധ അമ്മയുമാണ് സഹോദരങ്ങളെ. അവരൊക്കെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നുണ്ട് ഈ ധ്യാനകേന്ദ്രത്തിൽ ഒരു പ്രാവശ്യം മാതാവിനെ കുറിച്ചുള്ള ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് വന്ന് സാക്ഷ്യം പറഞ്ഞു. അവൻ കണ്ണുനീരോട് പറഞ്ഞ സാക്ഷി ഇതാണ്. അച്ഛൻ ഇങ്ങനെ മാതാവിനെ കുറിച്ച് പ്രഭാഷണം തുടങ്ങിയപ്പോൾ ഈ വ്യക്തി അവിടെ ഇരുന്ന് ചീത്ത വാക്കുകളും തെറി വാക്കുകളും പറയാൻ തുടങ്ങി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ കുറെ നെഗറ്റീവ് ചിന്തകൾ, കേട്ട വ്യാജ ഉപദേശങ്ങൾ മനസ്സിലിരിക്കുകയാണ്. അതുകൊണ്ട് അമ്മയോട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ജപമാല ഉപേക്ഷിച്ച് പലതരത്തിലുള്ള തടക്കദോഷങ്ങളും തകർച്ചകളും ചെന്ന് പെട്ട് അങ്ങനെ പറയപ്പെടുന്ന ഇരിക്കുമ്പോൾ 15-20 വചനം കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ പരിശുദ്ധാത്മാവ് സ്പർശിച്ച് അദ്ദേഹം വന്ന് മാനസാന്തരപ്പെട്ട് പറഞ്ഞ സാക്ഷ്യം ഞാൻ ഓർക്കുകയാണ്. അബദ്ധ സിദ്ധാന്തങ്ങൾ പുറകെ പോകരുത്. അവർക്ക് പറയാം ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ. ഒരിക്കൽ ധ്യാനം കഴിഞ്ഞ് മാതാവിനെ കുറിച്ച് ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഏകദേശം ഒരു 10-25 വയസ്സുള്ള ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, അച്ഛന്റെ ക്ലാസ് കഴിഞ്ഞ പിന്നെ കഴുത്തെ കിടന്ന് ജപമാല ഊരി ഞാൻ പോക്കറ്റിലിട്ടെന്ന് പറഞ്ഞു. എന്താ തരം നോക്ക്, കഴുത്തെ കിടന്ന് ജപമാല ഊരി പോക്കറ്റിലിട്ട്. എനിക്ക് ഭയങ്കര സങ്കടമായി. 1.5 മണിക്കൂർ 2 മണിക്കൂർ മാതാവിനെ കുറിച്ച് ഇത്ര ശക്തിയോടെ പ്രസംഗിച്ചിട്ട് ഇവൻ ഇത് മുഴുവൻ തലതിരിഞ്ഞാണല്ലോ കയറിയിരിക്കുന്നത്. എന്നിട്ട് ഞാൻ ചോദിച്ചു എന്താന്ന് ചോദിച്ചു. അപ്പൊ ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി എന്തെന്നറിയാവോ? അച്ഛാ, ഈ ജപമാല ഞാൻ കഴുത്തേലിട്ടുകൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് വർഷം 16 കഴിഞ്ഞു. ഇതുകൊണ്ട് ഒരു ജപമാല വരെ ഇന്നേ വരെ ചൊല്ലിയിട്ടില്ല. അതുകൊണ്ട് ചൊല്ലാൻ വേണ്ടി കഴുത്തേന്ന് ഒരു പോക്കലിട്ടാണ്. അത് കേട്ടപ്പോൾ എനിക്ക് സമാധാനമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വെഞ്ചിരിച്ച ഒരു ജപമാല കഴുത്തിൽ ഇട്ടുകൊണ്ട് നടക്കാന്ന് പറയുന്നത് സംരക്ഷണമാണ്. അത് വലിയൊരു സംരക്ഷണമാണ്. സാത്താന്റെ തല തറക്കാനുള്ള ആയുധമാണ് ജപമാല. സാത്താൻ ഭയപ്പെടുന്ന ഒന്നാണ് ജപമാല. വെഞ്ചിരിച്ച ജപമാല സംരക്ഷണമാണ് സഹോദരങ്ങളെ. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ ഡൊമിനിക്കിന് മാതാവ് പ്രത്യക്ഷപ്പെട്ട് ഒരു ജപമാല കൊടുത്തുവെന്നുള്ളത്, ഉത്തരീയം കൊടുത്തുവെന്നുള്ളത്, വിശുദ്ധ സൈമൺ സ്റ്റോക്കിനും വിശുദ്ധ ഡൊമിനിക്കിനും ഇത് 2 നൽകിയെന്നുള്ളത് സഭയുടെ പാരമ്പര്യത്തിൽ കിടക്കുന്ന കാര്യമല്ലേ. ആദ്യ കുർബാനയ്ക്ക് മാത്രം നമ്മൾ കഴുത്തേണ്ടിടുന്ന സാധനമാണ് വെന്തിങ്ങ. ഇവിടെ സഹോദരങ്ങളെ, ഇതൊക്കെ നമുക്ക് വലിയൊരു സംരക്ഷണമാണെന്നുള്ളൊരു വലിയൊരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ ലോയി മോണ്ട്ഫോർട്ട് ആ വിശുദ്ധൻ പറഞ്ഞ എങ്ങനെയാണ്? ദിനം പ്രതി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ പാപത്തിൽ വീഴുകയില്ല. ഇത് എന്റെ രക്തം കൊണ്ട് എഴുതി ഒപ്പിടാൻ എനിക്ക് മടിയില്ല. ദിനം പ്രതി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ പാപത്തിൽ വീഴുകയില്ല. ഇത് എന്റെ രക്തം കൊണ്ട് എഴുതി ഒപ്പിടാൻ എനിക്ക് മടിയില്ല. ചില തഴക്കദോഷങ്ങളുണ്ടോ? ചില പ്രശ്നങ്ങൾ മാറുന്നില്ലേ? ചില ഭാവസ്വഭാവങ്ങൾ മാറുന്നില്ലേ? പ്രിയപ്പെട്ട മകനെ മകളെ, ജപമാല എടുത്ത് ചൊല്ലാൻ തുടങ്ങുക. അമ്മ വിടിവിക്കും. വിശുദ്ധിയിൽ വളരാനുള്ള എളുപ്പമാർഗം പരിശുദ്ധ അമ്മയുടെ കൊന്തയൊല്ലി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ ക്ലെമന്റ് പറയുന്നത് ഇങ്ങനെയാണ്: ഒരു പാപിയെ അഭിമുഖീകരിക്കുന്നതിന് മുമ്പ് ഒരു ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ ആ പാപി മാനസാന്തരപ്പെടാത്തതായി ഞാൻ കണ്ടിട്ടില്ല. ഒരു പാപി അഭിമുഖീകരിക്കുന്നതിന് മുമ്പ് ഒരു ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ ആ പാപി മാനസാന്തരപ്പെടാത്തതായി ഞാൻ കണ്ടിട്ടില്ല.
പ്രിയപ്പെട്ട അമ്മച്ചി, ഭർത്താവിന്റെ മദ്യപാനം മാറുന്നില്ലേ? പ്രിയപ്പെട്ട ഭർത്താവേ, അമ്മച്ചിയെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ മാറുന്നില്ലേ? പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മക്കളെ കുറിച്ചുള്ള ചില പ്രശ്നങ്ങളുണ്ടോ? മക്കൾ ചീത്ത ബന്ധത്തിൽ പോയോ? പ്രേമബന്ധത്തിൽ പോയോ? മകനെ, മകളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കയ്യിൽ ജപമാല എടുത്ത് ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി, അമ്മ വിടിവിക്കും, അമ്മ കൊണ്ടുവരും. ഒരു കുടുംബ ജീവിതത്തിന് നമ്പർ അനുഭവിച്ചുള്ള പരിശുദ്ധ അമ്മ, ഒരു സമർപ്പണ ജീവിതത്തിന് നമ്പർ അനുഭവിച്ചുള്ള പരിശുദ്ധ അമ്മ. അമ്മയെ കൈവിട്ടു പോകരുത്, അമ്മയിൽ നിന്ന് കൈവിട്ടു പോകരുത്. കുരിശിനോട് ചേർന്ന് നിൽക്കുന്ന അമ്മയോടും കൂടെ ചേർന്ന് നിൽക്കുന്നല്ലേ വചനം വെളിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ സ്തുതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ന് പറഞ്ഞാൽ അമ്മയോട് നമുക്കൊരു ഭക്തിയും ബഹുമാനവും ഉണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ സഹനത്തിന്റെ നിമിഷങ്ങളിൽ പിടിച്ചു നിൽക്കാൻ അമ്മ സഹായിക്കും. ചിന്തിച്ചു നോക്കിയ സഹോദരങ്ങളെ, രക്ഷകന്റെ അമ്മയാകാനുള്ള ആ ഒരു ഉൾവിളി കിട്ടിയ നിമിഷം മുതൽ സഹനം കൂടെ പുറപ്പാടാക്കുന്ന പരിശുദ്ധ അമ്മ. അപവാദമേൽക്കുന്ന അറിയാം, ജീവന്റെ നാഥന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഈജിപ്തിലേക്ക് ഓടുന്ന അറിയാം, ഒരു ആചാര്യയുടെ ഭാര്യയായി കുടുംബത്തിൽ ഒതുങ്ങി കഴിയുന്ന മകൻ അറിയാം. അവസാനം സ്വന്തം മകൻ കാൽവരി മലയുടെ നെറുകയിൽ കുരിശിൽ തറയ്ക്കപ്പെട്ട് ബലിയർപ്പിക്കുമ്പോ ആ ബലിക്ക് നടുവിൽ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ആ മകനെ ദൈവപിതാവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന പരിശുദ്ധ അമ്മ. ഇതിൽ കൂടുതൽ എന്തൊരു സമർപ്പണമാ ഉള്ളത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് അമ്മയെ കൈവിടരുത്, അമ്മയെ കൈവിടരുത്. യേശുക്രിസ്തു തന്റെ ജീവിതത്തിന്റെ 3 വർഷത്തെ പരസ്യ ജീവിതത്തിന്റെ ആദ്യഘട്ടങ്ങളിലൊന്നും പരിശുദ്ധ അമ്മയെ കുറിച്ച് പഠിപ്പിക്കുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ബലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവസാന നാളുകളിലാണ് അമ്മയെ കുറിച്ചുള്ള പ്രബോധനം കൊടുക്കുന്നത്, അമ്മയായിട്ട് ലോകത്തിന് നൽകുന്നത്. അതത്ര ഗൗരവമുള്ള കാര്യമായതുകൊണ്ട് അവസാനത്തേക്ക് മാറ്റി വെച്ചൊന്ന് ഞാൻ പറയുക സഹോദരങ്ങളെ. സന്തോഷത്തര. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. മനസ്സ് തുറന്ന് പറയാം ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അമ്മയോട് ഭക്തിയോ അമ്മയോട് ബഹുമാനമോ അമ്മയോട് സ്നേഹമോ ഉണ്ടെങ്കിൽ ഒരു അപകടം അനർത്ഥം വരുന്നതിനും അമ്മ വെളിപ്പെടുത്തി തരും. ഞാൻ നിങ്ങളോട് സംഭവം പറയാം. ഈ പാലക്കാട് രൂപതയിൽ കോയമ്പത്തൂർ ഭാഗത്തുള്ള ഒരു കോൺവെന്റിലുണ്ടായിരുന്ന FCC കോൺഗ്രിഗേഷൻ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റർ. ആ സിസ്റ്റർ രാത്രി അവിടെ കോൺഗ്രിഗേഷനിലെ അവരുടെ കോൺവെന്റിലെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ആ സിസ്റ്റർ വൈകുന്നേരം ഇന്ന് തന്നെ ഒരു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സിസ്റ്റർ ഒരു ദർശനം കാണുകയാണ്. ദർശനം കാണുക പറഞ്ഞാൽ കാണുന്നില്ല, കാണുന്നത് പോലെ തോന്നുക. ഷീ ഈസ് നോട്ട് സീയിങ് ബട്ട് ഷീ ഫീൽ ദാറ്റ് ഷീ ഈസ് സീയിങ്. കാണുന്നത് പോലെ തോന്നുക. ആ സിസ്റ്റർ കാണുന്നത് ഇങ്ങനെയാണ്, ഒരു വലിയ മൂർക്കം പാമ്പ് ഈ സിസ്റ്ററിനെ വലത് കൈയോട്ട് കയറി ചുറ്റുന്നു, എന്നിട്ട് അത് പത്തിയും വിരിച്ച് നിൽക്കണം. അതങ്ങോട്ട് കണ്ടു, അതങ്ങോട്ട് മാഞ്ഞു പോയി. അടുത്ത ദർശനം കണ്ടത് തൊട്ടപ്പുറത്തെ പരിശുദ്ധ അമ്മ ഒരു ജപമാലയും പിടിച്ചോണ്ട് നിൽക്കുന്ന ദർശനമാണ് കണ്ടത്. അപ്പൊ നന്നായിട്ട് ജപമാലയിൽ പ്രാർത്ഥിക്കുന്ന സിസ്റ്ററാണ്. അപ്പൊ ഈ സിസ്റ്റർ ആകെ ഇത് കണ്ടപ്പോൾ ഒരു അങ്കലാപ്പം പേടിയൊക്കെ ആയി. അപ്പൊ സിസ്റ്റർ എന്ത് ചെയ്ത്, സിസ്റ്റർ വേഗം തന്നെ ആ കോൺവെന്റിലുള്ള വളരെ പ്രായമുള്ള സിസ്റ്ററിനെ എത്തി എന്ന് പറഞ്ഞ്, സിസ്റ്റർ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ ഒരു സംഭവം കണ്ടു എന്ന് പറഞ്ഞു. ഉടനെ ആ സിസ്റ്റർ കുറച്ച് വിവേചനത്തിന് വരവൊക്കെയുള്ള സിസ്റ്ററാണ്. ആ സിസ്റ്റർ വിവേചനം എടുത്ത് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, എന്തായാലും ഭയപ്പെടണ്ട, തൊട്ടപ്പുറത്ത് പരിശുദ്ധ അമ്മ ഒരു ജപമാലയും പിടിച്ചോണ്ട് നിൽക്കുന്നുണ്ടല്ലോ, ഒന്നും ഭയപ്പെടണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് സിസ്റ്റർ ഒരു കാര്യം ചെയ്തോ, ഇന്ന് മുതൽ ഒരു ജപമാല കൂടി കൂടുതൽ ചൊല്ലി പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സിസ്റ്റർ അന്ന് മുതൽ ഒരു ജപമാല കൂടെ കൂടുതൽ ചൊല്ലി സാധാരണ ചിലത് 3-4 ഉണ്ട്, അത് കൂടാതെ നിങ്ങൾ ചെല്ലാൻ തുടങ്ങി. അങ്ങനെ ഈ സംഭവം കൊണ്ട് ഏകദേശം 2.5 ആഴ്ച കഴിഞ്ഞപ്പോൾ ആ സിസ്റ്റർ അവിടെ കോൺവെന്റ് മന്ദബുദ്ധികളായ കുഞ്ഞുങ്ങളെ നോക്കുന്ന സ്ഥാപനമൊക്കെ ഉണ്ട്. ആ ഒരു അവിടെയുള്ള ഒരു കൊച്ചിനെയും കൂടെ കൂട്ടിക്കൊണ്ട് താഴെ മോട്ടർ അടിക്കാൻ വേണ്ടി മോട്ടർ വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോവാം. അപ്പോൾ അവർക്കൊരു കുളമുണ്ട്, പറമ്പ് കുറച്ച് താഴെയാണ്. ആ കുളം എന്ന് പറഞ്ഞാൽ കെട്ടാത്ത കുളം, മണ്ണ് വെട്ടി ഉണ്ടാക്കി കല്ലുകൊണ്ട് കെട്ടാത്ത കുളമാണ്. അപ്പോൾ സ്റ്റെപ്പ് ഇങ്ങനെ മണ്ണ് വെട്ടി ഉണ്ടാക്കിയ സ്റ്റെപ്പുകളാണ്. ആ സ്റ്റെപ്പ് വെച്ച് താഴേക്ക് ഇറങ്ങണം. മോട്ടർ കുളത്തിൻ്റെ ഉള്ളിലാണ്. ആ സ്റ്റെപ്പ് കുറച്ച് ഇറങ്ങി കഴിഞ്ഞാൽ മൺഭിത്തി തുരന്ന് അതിൻ്റെ ഉള്ളിലാണ് ഈ മോട്ടറിന്റെ സ്വിച്ച് വെച്ചിരിക്കുന്നത്. ആ മന്ദബുദ്ധിയെ വെച്ച് അതിനെ മുകളിൽ നിർത്തി ഈ സിസ്റ്റർ ഇടത് കൈ കൊണ്ട് ഭിത്തിയിൽ പിടിച്ച് പതുക്കെ താഴേക്ക് ഇറങ്ങി 2-3 സ്റ്റെപ്പ് ഇറങ്ങി. എന്നിട്ട് വലത് കൈ കൊണ്ട് മോട്ടറിന്റെ സ്വിച്ച് ഇടാൻ വേണ്ടി അങ്ങോട്ട് കൈ നീട്ടുകയും ആ സ്വിച്ച് ബോർഡിന്റെ പുറകിൽ നിന്ന് മൂർക്കം പാമ്പ് അങ്ങോട്ട് പൊങ്ങി ചാടി ഒറ്റ സെക്കൻഡ് കൊണ്ട് ഈ സിസ്റ്ററിന്റെ കൈയിലേക്ക് അങ്ങോട്ട് പാമ്പ് അങ്ങോട്ട് വീണ് ആ കയ്യെ കയറി ചുറ്റി പത്തിയും പിരിച്ചങ്ങോട്ട് നിന്നു. സിസ്റ്റർ ശരിക്കും ഭയപ്പെട്ടു. നിങ്ങൾ രംഗം ഭാവനെ കണ്ടു നോക്ക്. ആ സിസ്റ്റർ അവിടെ നിന്ന് ഭയപ്പെട്ട് പരിശുദ്ധ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ നിലവിളിയും ഈ ഇറങ്ങിയ 3 സ്റ്റെപ്പ് എടുത്ത് മുകളിലോട്ട് ചാടി. ആ ചാടി വഴി സിസ്റ്റർ ബോധം കെട്ട് വീണ്. മന്ദമതിയാ കൊച്ചത് കണ്ടു. കൊച്ചിനെ എന്താ ചെയ്യാൻ പറയണത്? കൊച്ചു കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. എന്നിട്ട് കൊച്ചടുത്ത് കുറച്ച് വീണ്ടും തിരിച്ചു പോകാൻ നോക്കി. അപ്പോഴത്തേക്ക് 8-10 മിനിറ്റ് കഴിഞ്ഞു. ഈ സിസ്റ്ററിന് അനക്കമില്ല.
എന്നിട്ട് മന്ദബുദ്ധിയെ കുറിച്ച് ഒരു പേരയ്ക്കുക മറ്റേ പറിച്ച് എന്നിട്ട് പതുക്കെ അത് മുകളിലോട്ട് കയറിപ്പോയി. അപ്പോൾ ആ സ്ഥാപനത്തിലുണ്ടായിരുന്ന മറ്റേ സ്കൂളിൽ പഠിപ്പിക്കുന്ന സിസ്റ്റേഴ്സൊക്കെ അവിടേക്ക് വന്നപ്പോൾ ഈ മന്ദബുദ്ധിയെ കൊച്ച് അതിനറിയാവുന്ന രീതിയിൽ ആംഗ്യഭാഷ അല്ലാത്ത ഭാഷയൊക്കെ ആയിട്ട് ആ കൊച്ച് അറിയാവുന്ന രീതിയിൽ പറഞ്ഞൊപ്പിച്ച് താഴെ സിസ്റ്റർ പാമ്പ് താഴെ അങ്ങനെയൊക്കെ പറഞ്ഞൊപ്പിച്ചു. അവിടെ ഉണ്ടായിരുന്ന സിസ്റ്റേഴ്സ് വലിയ വാവില് നൊറവിളിച്ചുകൊണ്ട് താഴേക്ക് വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്നറിയാവോ? ഈ സിസ്റ്ററിന്റെ ശരീരത്തിൽ പാമ്പ് ഒരു പോറല് പോലും ഏൽപ്പിച്ചിട്ടില്ല. ആ സിസ്റ്റർ ബോധം തെളിഞ്ഞു. പക്ഷെ അതുപോലെ ഭയപ്പെട്ടു പോയതുകൊണ്ട് ബോധം തെളിഞ്ഞ് എഴുന്നേക്കാൻ പറ്റാതെ ഒരവസ്ഥ സിസ്റ്റർ കിടക്കുവാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ പരിശുദ്ധ അമ്മയോട് വ്യക്തിപരമായി പ്രാർത്ഥിക്കുകയും ഭക്തിയുള്ള ഒരു ദൈവ പൈതലാണെങ്കിൽ നിനക്കോ നിന്റെ കുടുംബത്തിലെ ഒരു അനർത്ഥമോ അപകടം വരുന്നതിന് മുമ്പ് പരിശുദ്ധ അമ്മ ഇടപെട്ടും കാനായിൽ ഇടപെട്ടതുപോലെ നിനക്ക് വേണ്ടി ഇടപെട്ടുമെന്ന് ഈ യേശു നാമത്തെ പ്രഖ്യാപിക്കുന്നു. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ഒരു വ്യക്തിപരമായ ജീവിതശൈലിയാക്കണം. ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, എപ്പോഴാ അച്ഛാ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ സമയം കിട്ടണത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട അമ്മച്ചി, ആ കരി പിടിച്ച കാലുമൊക്കെ തേച്ച് കഴുകുമ്പോ ഒരു 10 നന്മറിഞ്ഞും ചൊല്ലിക്കൂടെ? പ്രിയപ്പെട്ട അപ്പച്ച, ആ കവുങ്ങിന്റെ ചോട് കളിക്കണ സമയത്ത് ഒരു 10 നന്മറിഞ്ഞും ചൊല്ലിക്കൂടെ? പ്രിയപ്പെട്ട മകനെ, നീ സ്കൂളിൽ പോകുന്ന സമയത്ത് ആ വണ്ടിയെ പോകുന്ന സമയത്ത് 10 നന്മറിഞ്ഞും ചൊല്ലിക്കൂടെ? പ്രിയപ്പെട്ട കുഞ്ഞെ, നീ വൈകുന്നേരം കുളിക്കുന്ന സമയത്ത് ഒരു 10 നന്മറിഞ്ഞും ചൊല്ലിക്കൂടെ? വൈകുന്നേരം കിടക്കുന്നതിന് ഒരു 10 നന്മറിഞ്ഞും ചൊല്ലിക്കൂടെ? 10 നന്മറിഞ്ഞ വീതം 5 പ്രാവശ്യം ചൊല്ലിയാൽ ഒരു ജപമാലയായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഒരു ചേട്ടൻ എന്നോട് ചോദിച്ചു, അങ്ങനെ പറഞ്ഞപ്പോ ഒരു ചേട്ടൻ എന്നോട് ചോദിച്ചു, അപ്പൊ ഇതെല്ലാം കൂടി ഒരുമിച്ച് ചെല്ലണമെന്നില്ലേ? ഒരുമിച്ച് ചെല്ലുന്ന കുടുംബ പ്രാർത്ഥന സമയത്ത് മുടക്കാതെ ചെല്ലട്ടെ. കുടുംബ പ്രാർത്ഥന സമയത്ത് 7 മണി സമയത്ത് കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കട്ടെ. ബാക്കി പറ്റുന്നിടത്തോളം നന്മറിഞ്ഞവനും ചൊല്ലി പ്രാർത്ഥിച്ച് അഭിഷേകം പ്രാപിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഓർക്കുന്നുണ്ട്, ചട്ടയം കൊണ്ട് കൊടുത്ത അമ്മച്ചിമാരൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെന്ന കാലഘട്ടം. എന്റെ വല്യമ്മച്ചിയെ കുറിച്ച് അമ്മച്ചിയെ കുറിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് 7 മണി എന്ന് പറഞ്ഞാൽ 7 മണിക്ക് തന്നെ കുടുംബ പ്രാർത്ഥന. അന്ന് പണ്ടത്തെ ആ പാരമ്പര്യമുള്ള തലമുറ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, ഇതൊന്നും ചുമ്മാ കാറ്റിപ്പുറത്ത് കളയരുത്. പാരമ്പര്യമായിട്ട് കിട്ടിയ ചില മുത്തുകളാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അന്ന് പണ്ടത്തെ ചട്ടയം കൊണ്ട് കൊടുത്ത നമ്മുടെ അമ്മച്ചിമാര് പറഞ്ഞു തന്നൊരു കാര്യമില്ലേ? 9 എത്രയും നല്ല മാതാവേ, വിശ്വാസത്തോടെ ചൊല്ലി പ്രാർത്ഥിച്ചാൽ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. ഇന്നത്തെ തലമുറയ്ക്ക് അതൊക്കെ അന്യം നിന്ന് പോയില്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ഇതിനകത്തൊക്കെ ചില കാര്യങ്ങളുണ്ടെന്ന് ബോധ്യപ്പെടണം. ഞാൻ ഓർക്കാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്രയും വർഷം നമുക്ക് എപ്പോഴും ജപമാലയെല്ലാം പ്രാർത്ഥിക്കാൻ സമയം എന്ന് വെച്ചാൽ നമ്മൾ സമയം കണ്ടെത്താത്തത് കൊണ്ടല്ലേ ഈ പലവിചാരം വരുന്നു എന്നൊക്കെ പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിരന്തരം ചൊല്ലി പ്രാർത്ഥിക്കാൻ ആ പലവിചാരത്തിന്റെ അവസ്ഥക്ക് വിട്ടുമാറി പോകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജപമാലകൾ കൂടുതൽ ചൊല്ലി പ്രാർത്ഥിക്കണം. ചില കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റുള്ളവരെന്ന് പോലും കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഞാൻ ഓർക്കാണ്, ഇത്രയും കാലം ഈ ധ്യാനിപ്പിച്ച ജീവിതത്തിനിടയിൽ ഒരു പ്രാവശ്യം മാത്രമാണ് ധ്യാനിപ്പിക്കുന്നിടയിൽ ഞാൻ കരയാനായിട്ട് ഇടയായിരിക്കുന്നത്. അതിങ്ങനെയാണ് സഹോദരങ്ങളെ, ഈ അട്ടപ്പാടിയ സിയോൻ ധ്യാന കേന്ദ്രത്തിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ക്രിസ്ത്യൻ ധ്യാനം നടക്കുന്ന സമയം 137 കുഞ്ഞുങ്ങൾ ആ ധ്യാനത്തിൽ സംബന്ധിച്ചു. അപ്പൊ ആ ക്രിസ്ത്യൻ ധ്യാനത്തിന് ആദ്യത്തെ ദിവസം ഞായറാഴ്ച ദിവസം ഞാൻ സ്റ്റേജിൽ കയറി അനൗൺസ് ചെയ്ത്, ഇതൊരു ധ്യാനമാണ്, ക്യാമ്പല്ല. 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികളുണ്ട്. ഇതൊരു ധ്യാനമാണ്, അതുകൊണ്ട് ധ്യാനത്തിലേക്ക് സംസാരിക്കാൻ പാടില്ല, നല്ല നിശബ്ദത വേണമെന്നൊക്കെ പറഞ്ഞു. കുട്ടികളോട് സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എന്നാൽ സഹോദരങ്ങൾ, ആ ധ്യാനത്തോട് അത്ഭുതം എന്ന് പറയട്ടെ, അങ്ങനെ ധ്യാനം പിന്നീട് ഒരിക്കൽ പോലും നടത്തിയിട്ടില്ല. ഒരൊറ്റ കുഞ്ഞു പോലും മിണ്ടണില്ല. ഞാൻ അനൗൺസ്മെന്റ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്ന ഒരു കൊച്ചോട് ചോദിച്ചു, മോനെ നിന്റെ പേരെന്താന്ന് ചോദിച്ചപ്പോ അവൻ പേര് പോലും പറയുന്നില്ല. അവൻ മിണ്ടിയ സംസാരിച്ച അവസ്ഥയാവുന്നു, അതുപോലെ സൈലൻസ്. അങ്ങനെ ധ്യാനത്തിന്റെ 2ാമത്തെ ദിവസം ഞാൻ സ്റ്റേജിൽ നിന്ന് കുട്ടികളായതുകൊണ്ട് അച്ഛൻ തന്നെ ജപമാല ചൊല്ലിപ്പിക്കുകയാണ്, ചൊല്ലി പ്രാർത്ഥിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ നോക്കുമ്പോ അതിന്റെ ഏറ്റവും പുറകിലത്തെ ബെഞ്ചിരിക്കുന്ന ഒരു 5-6 ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ, ആ പയ്യൻ മാത്രം ഉഴപ്പണം. അവൻ നിന്നിട്ട് അടുത്തിരിക്കുന്ന കൊച്ചന്റെ ജപമാലയ്ക്ക് ഇവനെ പിടുത്തം കൂട്ടുകയാണ്, ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ. എനിക്ക് ആകെ ഒരു സങ്കടവും ദേഷ്യമൊക്കെ വന്നു. ഈ കൊച്ചു മാത്രം ഉഴപ്പണം, എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. ഞാൻ പതുക്കെ ആ ജപമാല വേറെ ബ്രദറിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ പതുക്കെ പുറകോടി എന്നിട്ട് ആ കൊച്ചിനെ മാറ്റി നിർത്തി. എന്നിട്ട് ചോദിച്ചു, മോനെ നീ എന്താ ഇങ്ങനെ കാണിക്കണത്? നീ എന്തിനാ പിടുത്തം കൂട്ടണത്? നിനക്ക് ജപമാലയിൽ പ്രാർത്ഥിച്ചോ, എല്ലാവരും പ്രാർത്ഥിക്കുന്നത്, നീ എന്താ ഇങ്ങനെ ചെയ്യണത്? അവൻ പറഞ്ഞു, ഇല്ലാച്ചാ കുഴപ്പമില്ല, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അവൻ കയറി നിന്നു. അങ്ങനെ ധ്യാനത്തിന്റെ സമാപന വ്യാഴാഴ്ച ദിവസം കുട്ടികൾക്ക് അഭിഷേക പ്രാർത്ഥന, പരിശുദ്ധാത്മാഭിഷേക പ്രാർത്ഥനയ്ക്ക് മുമ്പ് 2 മണിക്കൂർ കുട്ടികൾക്ക് ഫ്രീ ടൈം കൊടുത്തു.
എന്ന് പറഞ്ഞാൽ ക്ലാസ് എടുക്കുന്നതൊക്കെ നല്ല ഫ്രീ ടൈം കൊടുക്കുക. കാരണം എന്താ, എല്ലാ ഫ്രീ ടൈമിലും കുഞ്ഞുങ്ങൾ ധാരാളം ജപമാലയിൽ പ്രാർത്ഥിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പരിശുദ്ധാത്മാവ് നിറയപ്പെടാൻ എളുപ്പമാർഗം പരിശുദ്ധമ്മയുടെ കൊന്തയിൽ പ്രാർത്ഥിക്കുക. കുഞ്ഞുങ്ങൾ അത് കേട്ടതോടെ വാസിക്ക് കൊന്തയിലാണ് 10-20 കൊന്തയൊക്കെ ചെല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് കുഞ്ഞുങ്ങൾ. അങ്ങനെ 2 മണിക്കൂർ ഫ്രീ ടൈം കൊടുത്തു. അപ്പോൾ ആ കുഞ്ഞുങ്ങൾ ആ തെങ്ങിൻ തോട്ടത്തിൽ കൂടെ, കവുങ്ങൻ തോട്ടത്തിൽ കൂടെ, ആ സൈഡിൽ കൂടെ എല്ലാം കുഞ്ഞുങ്ങൾ നടന്ന് ജപമാലയിൽ പ്രാർത്ഥിക്കുകയാണ്. ഗ്രൗണ്ടിൽ കൂടെ എല്ലാം നടക്കാണ്. അപ്പോൾ ഞങ്ങൾ ഇത് കണ്ടിട്ട് ഞങ്ങൾ പോക്കറ്റിൽ നിന്നെടുത്ത് ജപമാല ഇരിക്കൊണ്ടിരിക്കാം. അപ്പൊ ഞാൻ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്നറിയോ സഹോദരങ്ങളെ, തലേ ദിവസം ഞാൻ വഴക്ക് പറഞ്ഞ പയ്യനുണ്ടല്ലോ, അവൻ മാത്രം ഉഴപ്പി നടക്കുന്നു. ബാക്കി എല്ലാവരും പ്രാർത്ഥിക്കും, ഇവൻ അലക്ഷ്യമായിട്ട് നടക്കുന്നു. അവൻ ചെയ്യുന്ന കാര്യം എന്താ പറയുക, നിലത്തിങ്ങനെ കുനിഞ്ഞ് കല്ല് പെറുക്കും. കല്ല് പെറുക്കിയിട്ട് ഒരു കല്ല് തെങ്ങിനിട്ട്, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒരു കല്ല് അങ്ങോട്ടും ഇങ്ങോട്ടും കല്ല് എറിയാണ് ഇടയ്ക്കിടയ്ക്ക്. എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. കാരണം ഈ കുഞ്ഞ് മാത്രമാണ് ഒരു നന്നാമത്തെ അവസ്ഥയായിട്ട് വരണത്. ഈ കുഞ്ഞ് മാത്രമാണ് അഭിഷേകം പ്രാപിക്കുക, അവൻ മാത്രമാണ് ഉഴപ്പണത്. ഞാൻ അവന്റെ അടുത്തേക്ക് ചെന്നു, അവനെ വിളിച്ചത് മാറ്റിയത്, മോനെ ചോദിച്ചു, മോനെ നീ എന്താ ഇങ്ങനെ ഉഴപ്പണത്? ബാക്കി പിള്ളേരൊക്കെ പ്രാർത്ഥിക്കുന്നത് കണ്ടില്ലേ, അഭിഷേക പ്രാർത്ഥന സമയമായില്ലേ, നീ എന്തായി കാണിക്കണത്? അവൻ പറഞ്ഞ മറുപടി കേട്ടപ്പോ എന്റെ ചങ്ക് മുറിഞ്ഞ് കണ്ണ് നിറഞ്ഞ സഹോദരങ്ങളെ. ആ കൊച്ചു പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ, എന്റെ അച്ഛാ, എന്റെ കൈ ജപമാല ഇല്ലാഞ്ഞിട്ടാ ഞാന് കഴിഞ്ഞ ദിവസം ജപമാലയ്ക്ക് വേണ്ടി പിടുത്തം കൂടിയത്. എന്റെ കൈ ജപമാല ഇല്ലാഞ്ഞിട്ട് ഞാൻ നിലത്തുനിന്ന് 10 കല്ലുകൾ പെറുക്കിയെടുക്കുക. എന്നിട്ട് ഓരോ നന്മ നിറഞ്ഞു പറഞ്ഞ് ചൊല്ലുന്ന സമയത്ത് ഓരോ കല്ല് വിധി എറിഞ്ഞു കളയാന്ന്. അപ്പൊ തന്നെ ആ കൊച്ചിന് വേറൊരു ബ്രദറിനെ പറഞ്ഞു വിട്ട് ധ്യാനം കേന്ദ്രത്തെ ജപമാല ഫ്രീ ആയിട്ട് അവന് കൊടുത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജപമാല ഇല്ലാഞ്ഞിട്ട് കല്ല് പിറക്കെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ജീവിക്കുന്ന നാടാണത്. നമ്മുടെ കൈ ജപമാലയ്ക്ക് കുറവൊന്നുമില്ലല്ലോ. ആ കുടുംബത്തിലെ കുരിശിന്റെ മുകളിൽ ഒരെണ്ണം കിടപ്പില്ലേ, ബൈബിളിന് മുകളിൽ ചൂട്ടി വെച്ചിട്ടില്ലേ, പിന്നെ അവിടെ ഇവിടെ ചെളി പിടിച്ച് കുറെ കിടക്കുന്നില്ലേ? ഏതെങ്കിലും അച്ഛനോ സിസ്റ്റോ വീട്ടിലേക്ക് വന്നാൽ ചോദിക്കാനുള്ള ചോദ്യം എന്താ, അച്ഛൻ കൊന്തയുണ്ടോ, ഒരു ജപമാലയുണ്ടോ? ജപമാല കുമിഞ്ഞു കൂട്ടുമ്പോഴും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ മാത്രം സമയമില്ലെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അമ്മ നിന്നെ ഓർത്ത് കരയാതിരിക്കട്ടെ, പരിശുദ്ധ അമ്മ നിന്നെ ഓർത്ത് കണ്ണുനീരൊഴുക്കാതിരിക്കട്ടെ. ഹല്ലേലൂയ. ചില കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾ ഇന്ന് പഠിക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അവർക്ക് പറയാം ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ സ്തുതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെറുപ്പകാലം മനസ്സിലൊന്ന് ഓർത്തേ, അമ്മയുടെ കയ്യം പിടിച്ചുകൊണ്ട് ഇടവക ദേവാലയത്തിലേക്ക് ചെന്ന് അമ്മ മുട്ടുകുത്തിയപ്പോൾ നമ്മൾ സൈഡിൽ അവിടെ പടിഞ്ഞിരുന്ന ദിവസം ഒന്ന് ഓർത്തേ മനസ്സിന്. അമ്മ കുരിശ് വരയ്ക്കുമ്പോൾ നമ്മൾ നോക്കിയിരുന്നു. എന്നിട്ട് അമ്മ കുഞ്ഞിക്കൈകൾ വെച്ച് നമ്മളെ കുരിശ് വരയ്ക്കാൻ പഠിപ്പിച്ചിട്ട് അമ്മ അൾത്താരിലേക്ക് ചൂണ്ടി ഒരാളെ പരിചയപ്പെടുത്തുന്നില്ലേ, പരിശുദ്ധ അമ്മ, നിന്നെ നൊന്ത് പ്രസവിച്ച അമ്മ, നിനക്ക് പരിചയപ്പെടുത്തി തന്ന അമ്മയാണ് പരിശുദ്ധ അമ്മ. പണ്ട് ആ അമ്മയുടെ കയ്യിൽ ഒരു പഴയ ചരട് കൊണ്ടിരുന്നപ്പോ ആ ചരട് കൊന്ത പിടിച്ച് അമ്മ ചൊല്ലുമ്പോ അത് കിട്ടാൻ വേണ്ടി വാശി പിടിച്ച് കരഞ്ഞ ഒരു കുട്ടിക്കാലമില്ലേ? എന്നിട്ടോ ആദ്യമായിട്ട് ജപമാല കയ്യിൽ കിട്ടിയ രംഗം മനസ്സിലൊന്ന് ഓർത്തെ. അന്ന് ബാക്കി എല്ലാവരും കാണുക ജപമാല പൊക്കി പിടിച്ചുകൊണ്ട് കുടുംബ പ്രാർത്ഥന സംബന്ധിച്ച് നല്ല നാളുകൾ എവിടെയാ കൈമോശം വന്നു പോയത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കല്യാണം കഴിഞ്ഞ് വീട്ടിലോട്ട് കയറി വരുന്നതിന് മുമ്പ് കല്യാണ ദിവസം ഒരു 2 കൊന്തയല്ലേ നിനക്ക് സമ്മാനം കിട്ടിയത്? ആദ്യമായിട്ട് വീട്ടിലോട്ട് കയറുന്ന സമയത്ത് നിന്റെ അമ്മ ഒരു ജപമാല കൊണ്ട് നിന്നെ നെറ്റി കുരിശ് പഠിപ്പിച്ചിട്ട് അത് കയ്യിൽ തന്നിട്ടില്ലേ ആ വീട്ടിലേക്ക് നിന്നെ വിളിച്ചു കയറ്റിയത്? പ്രിയപ്പെട്ട സമർപ്പിതരെ, ജപമാലയല്ലേ ആ പട്ടത്തിന്റെ ദിവസം, ആ സമർപ്പണ ജീവിതത്തിന്റെ വ്രതമെടുത്ത ദിവസം സമ്മാനം കിട്ടിയത് ജപമാലയല്ലേ? എവിടെയോ കൈമോശം വന്നു പോയത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയെ പിടുത്തപ്പെടരുത്. കുരിശിനോട് ചേർന്ന് നിൽക്കണം, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കണം. മാർപ്പാപ്പയൊക്കെ പറഞ്ഞ വാക്യങ്ങളെന്ന് മനസ്സിലോർത്തേ. മാർപ്പാപ്പ എന്താ പറയുന്നത്? ഈ വത്തിക്കാൻ കൊട്ടാരം മുഴുവൻ അരിച്ചു പെറുക്കിയാലും ഇവിടെ ജപമാലയേക്കാൾ വലിയ നിധിയില്ല. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞില്ലേ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്തി ജപമാല ഭക്തിയാണ്. 6-ാം പിയൂസ് പാപ്പാപ്പ പറഞ്ഞില്ലേ, ജപമാല പ്രാർത്ഥന എന്ന് പറയുന്നത് സുവിശേഷ പ്രാർത്ഥനയാണ്. ഈ നന്മ നിറഞ്ഞു പറയുമ്പോൾ സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥനകൾ എങ്ങനെയാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയല്ലേ? അതില്ലേ നമ്മൾ ആവർത്തിക്കുന്നത് ജപമാലയില്. നന്മ നിറഞ്ഞു പറയുമ്പോൾ എന്നുള്ള പ്രാർത്ഥനയോ, ഈ ഭൂമിയിലേക്ക് വചനം മാംസം ധരിക്കാൻ വേണ്ടി ദൈവപിതാവ് ഗബ്രിയേൽ ദൂതൻ വശം കൊടുത്തുവിട്ട വചനമാണ് നന്മ നിറഞ്ഞ മറിയമേ. വചനം മാംസം ധരിക്കാൻ സ്വർഗം കൊടുത്തുവിട്ട വചനമാണ് ഗബ്രിയേൽ ദൂതൻ വശം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയില്ലേ വചനം. അതുകൊണ്ട് വചനമൊക്കെ വായിക്കുക, പഠിക്കുക ചെയ്യുന്നെങ്കിൽ, വചനാഭിഷേകമൊക്കെ കിട്ടുന്നില്ലെങ്കിൽ, വചനം ഓർമ്മയിലിരിക്കുന്നില്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട. പരിശുദ്ധ കുർബാനയ്ക്ക് മുമ്പിൽ ഇരുന്നുകൊണ്ട് ജപമാലയല്ലേ പ്രാർത്ഥിച്ച് വചനം വായിക്കാൻ തുടങ്ങുന്നത്, കിട്ടും വചനാഭിഷേകം.
എല്ലാ അനുഗ്രഹത്തിൻ്റെയും ഉറവിടം സ്വർഗമാണ്. സ്വർഗത്തിൻ്റെ അക്ഷയനിധി നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുകാനുള്ള എളുപ്പമാർഗം പരിശുദ്ധ അമ്മയുമാണ്. പ്രൈസ് ദി ലോർഡ്. അമ്മയിൽ നിന്ന് പിടുത്തം പെടരുത്. അമ്മയോട് ചേർന്ന്, അമ്മയുടെ കയ്യും പിടിച്ചുകൊണ്ട് കുരിശിനോട് ചേർന്ന് നിൽക്കണം, സഹനത്തോട് ചേർന്ന് നിൽക്കണം, ഈശോയോട് ചേർന്ന് നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുമായുള്ള ബന്ധം, പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥന, പരിശുദ്ധ അമ്മയെ ബഹുമാനിക്കുന്ന രീതി, ഇത് ഏതെങ്കിലും മനുഷ്യന് ആർക്കെങ്കിലും തോന്നിയതുപോലെ തുടങ്ങിയൊരു സാഹചര്യമാണെന്ന് ചിന്തിക്കരുത്. ദൈവവചനത്തിൽ ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 2 കാര്യങ്ങൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 ഭാഗ്യവതി, 2 എൻ്റെ കർത്താവിൻ്റെ അമ്മ. കർത്താവിൻ്റെ അമ്മയെന്നും ഭാഗ്യവതി എന്നും 2 ടേംസ് ഉപയോഗിച്ചാണ് പരിശുദ്ധ അമ്മയെ അഭിസംബോധന ചെയ്യപ്പെടുന്നത്. ലൂക്കായുടെ സുവിശേഷം 1:43 നാം വായിക്കുന്നത് എങ്ങനെയാണ്? എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന് പരിശുദ്ധാത്മാവ് നിറഞ്ഞ എലിസബത്ത് ഉദ്ഘോഷിക്കുകയാണ്. രണ്ടാമത് പരിശുദ്ധാത്മാവ് നിറഞ്ഞ എലിസബത്ത് വീണ്ടും പരിശുദ്ധ അമ്മയെ പറയുകയാണ്. ലൂക്കായുടെ സുവിശേഷം 1:45 വാക്യം, കർത്താവ് അരുളി ചെയ്തവ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഏതെങ്കിലും ഒരു ജഡപ്രകാരമുള്ള മനുഷ്യൻ പറഞ്ഞതല്ല. പരിശുദ്ധാത്മാവ് നിറഞ്ഞ എലിസബത്താണ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഇങ്ങനെ പ്രഘോഷിച്ചത്. വേറൊരു വാക്കി പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ തന്നെ അഭിപ്രായമാണിത്. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, ദൈവവചനപ്രകാരമുള്ള ആത്മീയ പരിജ്ഞാനം കൊണ്ട് ഞങ്ങളെ പൂരിതരാക്കണമേ. ജീവിതത്തിന്റെ പ്രതികൂലത്തിൽ അന്ധകാരങ്ങൾ ആവൃതമാകുന്ന കാലഘട്ടങ്ങളിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ആത്മീയ പോരാട്ടം ചെയ്ത് വചനം പഠിച്ച് സ്വർഗരാജ്യം ലക്ഷ്യമാക്കി യേശുവിന്റെ നാമത്തിൽ അത്ഭുത വിജയം പ്രാപിപ്പാൻ ഞങ്ങൾക്ക് വേണ്ടി അമ്മയെ പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഓരോ കുടുംബങ്ങളെയും, ഓരോ വംശങ്ങളെയും, ഓരോ തലമുറകളെയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് വേണ്ടി പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ കുടുംബങ്ങൾക്കും, ഓരോ വംശങ്ങൾക്കും, ഓരോ തലമുറകൾക്കും ഈ ശുശ്രൂഷ കേട്ടുകൊണ്ട് ഓരോരുത്തർക്കും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതാൽ പരിശുദ്ധാത്മ അഭിഷേകവും വചനാഭിഷേകവും നിത്യ ജീവന്റെ അഭിഷേകവും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 45 വാക്യം, കർത്താവ് അരുളി ചെയ്തവ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. വസിക്കുന്ന ദൈവം സ്നേഹത്തിൻ രൂപത്തിലായി മാംസമായി മാറുന്ന, രക്തമായി തീരുന്ന ത്യാഗത്തിൻ രൂപമിതാ. കൂടെ വസിക്കുന്ന ദൈവം സ്നേഹത്തിൻ രൂപത്തിലായി മാംസമായി മാറുന്ന, രക്തമായി തീരുന്ന ത്യാഗത്തിൻ രൂപമിതാ. കൈകൾ കൂപ്പാം, ഹൃദയങ്ങൾ ചേർക്കാം, ഈശോ